وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم: القبر أول منزل من منازل الآخرة إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات اقض الحوائج لي ربي فلست أرى سواك يا رب من قاضي لحاجاتي لا تأخذني بذنب أنت تعرفه واغفر بجودك يا ربي خطيئاتي واغفر بجودك يا ربي خطيئاتي. ആദരണീയനായ പാലോട്ടുപള്ളി മുദരിസ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ദാരിമി അവർകളെ, ബഹുമാനപ്പെട്ട പാലോട്ടുപള്ളി മഹല്ല് പ്രസിഡന്റ് കെ കെ അബ്ദുറഹ്മാൻ ഹാജി, ബഹുവന്യരായ മൊയ്തു ഫൈലി, അബ്ദുറഹ്മാൻ ഫൈലി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമാസത്തിൻ്റെ പുണ്യ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിക്കുന്നവർ, അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന മോമിനീങ്ങൾ, മോമിനാത്തുകൾ, അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസുലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് പരലോകത്തെ ആദ്യ ഭവനം എന്ന വിഷയമാണ്. പരലോകം, ഇഹലോകം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്ന പദങ്ങളാണ്. ഇഹലോകം എന്ന ഒന്നുണ്ടെങ്കിൽ പരലോകം എന്ന ഒന്നുണ്ട് എന്നതിൽ സംശയമില്ല. എല്ലാം അങ്ങനെയാണ്. ഒറ്റ, ഇരട്ട, ആണ്, പെണ്ണ്, എല്ലാറ്റിനും ഒരു മറുഭാഗമുണ്ട്. എന്നതുപോലെ തന്നെ ഇഹലോകം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു മറുഭാഗം പരലോകമുണ്ട്.
മാത്രമല്ല, ഒരു സാമാന്യ മനുഷ്യന്റെ ബുദ്ധി ഏത് സമയത്തും ഒരു പരലോകത്തെ ആവശ്യപ്പെടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നീതി എന്ന് പറയുന്നത് അത് നടപ്പിലാവണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല. നീതി നടപ്പിലാവണം, നീതി നടക്കുന്ന ഒരു ലോകമുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്ത് പൂർണ്ണമായ നീതി സാധ്യമേ അല്ല എന്ന് പറഞ്ഞാൽ, 100 ആളുകളെ കൊന്ന ഒരു മനുഷ്യനെ ഇമാം ഗസാലി റഹിമഹുല്ല, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയിട്ടുള്ള മഹാന്മാർ സമർത്ഥിക്കുന്നത് പോലെ 100 വ്യക്തികളെ കൊലപ്പെടുത്തിയ ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് നീതിപൂർവം അയാളെ ശിക്ഷിക്കുക? ഈ ലോകത്ത് 100 പേരെ കൊലപ്പെടുത്തിയ ഒരാള്, 100 ആളുകളെ നിഷ്ഠൂരമായി കൊന്ന ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഈ ലോകത്ത് വെച്ച് നീതിപൂർവം നമുക്ക് അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. ഒന്നിരിക്കൽ അയാളെ ജയിലിലടക്കുക, അല്ലെങ്കിൽ കൊല്ലുക. 100 കൊലപാതകത്തിന് പകരം ഒരു കൊലപാതകം നീതിയാണ്. 100 വ്യക്തികളെ കൊലപ്പെടുത്തിയ മനുഷ്യൻ 100 വിധവകളെയാണ് സൃഷ്ടിച്ചത്, അനവധി അനാഥകളെയാണ് സൃഷ്ടിച്ചത്, അനവധി വേദനകൾ മനുഷ്യ മനസ്സുകൾക്ക് സമ്മാനിച്ചു. അങ്ങനത്തെ ഒരു വ്യക്തിയോട് ഈ ലോകത്ത് എങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയും? ഒരു പ്രാവശ്യം അവനെ കൊന്നാൽ അത് പ്രതികാരമാകുമോ? 100 ആളുകളെ കൊന്ന വേദന അവൻ അനുഭവിക്കണം. ഈ 100 വിധവകൾക്കും മക്കൾക്കും നൽകിയ വേദന അവൻ അനുഭവിക്കണം. അതിനി ലോകത്ത് സാധ്യമേ അല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി ആവശ്യപ്പെടുന്നു ഒരു പരലോകം വേണം, നീതിയുടെ ലോകം വരണം, നീതിയുടെ ലോകം വേണം. അപ്പൊ ഇഹലോകമുണ്ടെങ്കിൽ ഒരു പരലോകമുണ്ട്. അവിടെ വെച്ചാണ് 100 ആളുകളെ കൊന്നപ്പോൾ ഈ 100 ആളുകളും അവരുടെ കുടുംബവും എത്ര കണ്ട് വേദനിച്ചോ അതിന് തുല്യമായ ശിക്ഷ കൊടുക്കാൻ കഴിയുന്ന ഒരു ലോകം പരലോകം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നരകത്തിൽ അവർ കത്തിക്കരിയുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരെ തൊലി കത്തിക്കരിയുമ്പോൾ പുതിയ തൊലിയെ അവർക്ക് നാം മാറ്റിക്കൊടുക്കും, അതും കത്തും. അത് കത്തിത്തീരുമ്പോൾ പുതിയ ശരീരം കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാലം അദാബ് കൊടുക്കാൻ കഴിയുന്ന ലോകം പരലോകമാണ്. അതുകൊണ്ട് നീതി എന്ന് പറയുന്ന ഒരു സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യന്റെ ബുദ്ധിയും പറയും നീതി നടപ്പാവണം. ഈ ലോകത്ത് പരിപൂർണമായ നീതി നടപ്പാക്കുക സാധ്യമല്ല, അതിനൊരു പരലോകം വേണം. ആ പരലോകത്താണ് നീതി നടപ്പാവുക. ഇവിടെ നോക്കൂ നിങ്ങൾ, 2 കണ്ണില്ലാത്ത മനുഷ്യൻ, 2 കണ്ണില്ലാത്ത മനുഷ്യൻ തപ്പിത്തടഞ്ഞു നടക്കുന്നു. അവന്റെ സ്വന്തം സഹധർമ്മിണിയുടെ സുന്ദരമായ മുഖം പോലും അവൻ കണ്ടിട്ടില്ല. അവന്റെ പിഞ്ചോമനകളുടെ മുഖത്ത് നോക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ അത്ഭുതങ്ങൾ കാണാൻ, മനോഹരമായ പൂന്തോട്ടങ്ങളും അള്ളാഹു പടച്ചിട്ടുള്ള വൈവിധ്യങ്ങളായ ജീവജാലങ്ങളെ കണ്ടാസ്വദിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. ആ മനുഷ്യന് നീതി വേണ്ടേ? ആ അന്ധനായ മനുഷ്യന് നീതി ലഭിക്കേണ്ടേ? ഇവിടെ ദുനിയാവിൽ വെച്ചൊരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട അന്ധനായ മനുഷ്യൻ, ആ മനുഷ്യനക്ക് മതി വരുവോളം സുഖവും സന്തോഷവും കൊടുക്കാനുള്ളൊരു ലോകം, അത് പരലോകമാണ്. ആ പരലോകത്തെ സുഖ സൗകര്യങ്ങൾ കാണുമ്പോൾ ദുനിയാവിന്റെ ക്ലേശങ്ങൾ അയാൾക്ക് ക്ലേശങ്ങളായി തോന്നില്ല. അംഗവൈകല്യമുള്ളവൻ, മനുഷ്യനെ പോലെ നടക്കാൻ കഴിയാത്തവൻ, കൈകുത്തി നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, ഇരുന്ന് ഞെരങ്ങി നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് നീതി വേണ്ടേ? അവർക്ക് നീതി കൊടുക്കുന്ന ഒരു ലോകം, ഇവിടത്തെ ക്ലേശങ്ങൾക്കും പ്രയാസങ്ങൾക്കും പകരമായി സുഖവും സന്തോഷവും നൽകുന്ന ഒരു ലോകം, അത് പരലോകമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി തന്നെ ശരിയായ രൂപത്തിൽ ചിന്തിച്ചാൽ ഒരു പരലോകം വേണമെന്നാവശ്യപ്പെടും. പരലോകം വേണം, നീതി നടപ്പാവണം. ആ നീതി നടപ്പാകുന്ന ലോകം പരലോകമാണ്. ആ പരലോകത്തിലെ ആദ്യത്തെ ഭവനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതുകൊണ്ട് പരലോകം എന്ന് പറയുന്നത് വിശ്വസിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്.
മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ പറയുന്ന ഒരു പദമാണ്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ, അതിന്റെ ശേഷമുള്ള ഒരു ലോകത്ത് വിശ്വസിക്കുന്നവൻ. 5 നേരം ഒരു വിശ്വാസി നിസ്കരിക്കണം. 5 നേരം ഒരു വിശ്വാസി നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ ആവർത്തിച്ചവൻ ഓതേണ്ട സൂറത്ത് ഫാത്തിഹ മാത്രമാണ്. ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹയിൽ 5 നേരം ഒരു മനുഷ്യനെ തട്ടി ഉണർത്തുകയാണ് പരലോകം. 5 നേരം ഒരു മനുഷ്യനെ ഉണർത്തുന്നു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാത്തിഹ, ഖുർആന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാത്തിഹ, ഒരുപാട് പേരുകളുള്ള ഫാത്തിഹ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താകുന്ന ഫാത്തിഹ. ആ ഫാത്തിഹയിൽ 5 നേരവും ആവർത്തിച്ച് മനുഷ്യനെ പരലോകം ഓർമ്മിപ്പിക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, പ്രതികാര പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, പ്രതികാര പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, യൗമുദ്ദീൻ, പരലോകത്തിന്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥനായ അല്ലാഹു എത്ര വട്ടമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും പരലോകത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നീതിയുടെ ലോകം, പരിപൂർണമായ നീതി നടക്കുന്ന ലോകം. ആ നീതി നടപ്പാക്കാൻ സർവാധിരാജനായ റബ്ബിനല്ലാതെ സാധ്യമല്ല. ഒരിക്കലും മരിക്കാതെ എത്രയും ശിക്ഷ അനുഭവിപ്പിക്കാൻ കഴിയുന്ന ലോകം പരലോകമാണ്. ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിച്ചവന് മതിവരുവോളം പ്രതിഫലം കൊടുക്കാൻ പറ്റിയത് പരലോകമാണ്. ഇവിടെ എവിടെ നീതി? കുറെ സമ്പത്തുള്ള ആളുകൾ, കുറെ ദരിദ്രന്മാർ, ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവർ, മഹാരോഗികൾ, കണ്ണില്ലാത്തവർ, കാഴ്ചയില്ലാത്തവർ, അതുപോലെ തന്നെ ഒട്ടനവധി പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഈ ലോകം, ഈ ലോകത്തുള്ള ആളുകളോട് മുഴുവനും നീതി കാട്ടാൻ പറ്റുന്ന ലോകം പരലോകമാണ്. അതുകൊണ്ട് ആ പരലോകത്തെപ്പറ്റി ഒരു വിശ്വാസി എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം. ആ പരലോകത്തെ ആദ്യത്തെ ഭവനം, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അതേതാണ്? ഖബറാണ്. പരലോകത്തെ ആദ്യത്തെ ഭവനം ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ശഫീഉനാ റസൂലുള്ളാഹി. അൽ ഖബറു, ഖബർ എന്ന് പറയുന്ന വീട്, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തുള്ള വീടുകളെ കൂട്ടത്തിലുള്ള ആദ്യത്തെ വീട് ഖബറാണ്. ആദ്യമായി പരലോകത്തെ അഭിമുഖീകരിച്ച് നമ്മൾ ആദ്യമായി കിടക്കേണ്ടുന്ന വീട് ഖബറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാലോചിച്ച് നോക്കൂ, ഖബർ എന്ന് പറയുന്ന വീടിനെ സംബന്ധിച്ച് എത്ര ആളുകളുണ്ട് കൃത്യമായി ഖബറിനെ പറ്റി ഓർക്കുന്നവൻ? ഓർത്തേ പറ്റൂ. നമ്മൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും നമ്മൾ പോയി കിടക്കേണ്ട സ്ഥലമാണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. നമ്മളെപ്പോലെ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ആളുകളാണ്. ഒന്ന് നേരെ നോക്കിയാൽ ഈ നമ്മുടെ സ്റ്റേജിന്റെ ബേക്കിൽ വിശാലമായ മൈതാനിയിൽ കിടക്കുന്നത് എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര സമ്പന്നന്മാർ, എത്രയെത്ര ആരോഗ്യവാന്മാർ, എത്രയെത്ര സുന്ദരിമാർ, അവരൊക്കെയാണ് ആ കിടക്കുന്നത്. വൈകാതെ നമ്മളും അവരോട് ചേരേണ്ടവരാണ്. സാധാരണ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. മരണം കേൾക്കുമ്പോൾ, ആപത്ത് കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നു. അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ് നമ്മൾ, മടങ്ങേണ്ടവരാണ് നമ്മൾ. ഖബറാളികളോട് സലാം പറയുമ്പോൾ, സലാമുൻ അലൈക്കും ദാറഖാമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവർക്ക് സലാം പറഞ്ഞിട്ട് പറയുകയാണ്, മൗത്തായി കിടക്കുന്ന ആളുകളുടെ ഭവനമേ, അസ്സലാമു അലൈക്കും ദാറഖാമിൻ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ഖബറാളികളായ വീട്ടുകാരെ, നിങ്ങൾക്ക് സലാം. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോട് ചേരുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഈ ഖബർസ്ഥാനിൽ തന്നെ നമ്മൾ വന്നേക്കാം. അതുപോലെ മൗത്തായി നിങ്ങളെ റൂഹുകളൊക്കെ നിൽക്കുന്ന ലോകത്തേക്ക് ഞങ്ങളും ചേരുമെന്ന് ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചൊല്ലൽ സുന്നത്താണ്, പറയൽ സുന്നത്താണ്. അതുകൊണ്ട് എപ്പോഴും പരലോകത്തെ പറ്റി, ഖബറിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നു നബി മുഹമ്മദ് മുസ്തഫ
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ പല പ്രാവശ്യം അവൻ ഖബറിനെ ഓർത്തിരിക്കും. ഈമാൻ എന്ന് പറയുന്നത്, പരലോക വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുപോലെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ആദ്യത്തെ ഭവനമാകുന്ന, പരലോകത്തെ ആദ്യത്തെ ഭവനമാകുന്ന ഖബറിനെ പറ്റി നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ഭയം ഏതാണ്? ആഖിബത്താണ്. ഏറ്റവും വലിയ പേടി എന്താണ്? ആഖിബത്ത്. പടച്ചവനെ, ഞാൻ മരിച്ചു പോകുമ്പോൾ അവസാനത്തെ ശ്വാസം പിരിയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവേ, ഈമാൻ സലാമത്തായ നിലയിലാകുമോ? സ്വർഗം കണ്ടുകൊണ്ടാകുമോ? അസ്റായീൽ അലൈഹിസ്സലാമിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാകുമോ? ഏത് രൂപത്തിലായിരിക്കും എന്റെ അവസാനം എന്ന പേടി ഒരു വിശ്വാസിയാണെങ്കിൽ എപ്പോഴും അവനുണ്ടാകും. അതാ മൗത്തിനെ പറ്റി, ഖബറിനെ പറ്റിയുള്ള ചിന്ത, ഖബറിനെ പറ്റി ആലോചിക്കുമ്പോഴുള്ള വേജാർ അതാണ്. ആഖിബത്ത് നന്നാകുമോ? അവസാനത്തെ ശ്വാസം എങ്ങനെയാകും? ഈ ഒരു പേടിയില്ലാത്ത മനുഷ്യൻ മൂമിനായിട്ടുണ്ടാവില്ല. ഒരു വിശ്വാസിയുടെ അടയാളം തന്നെ അതാണ്, പരലോക വിശ്വാസം. ആഖിബത്തിനെ പറ്റിയുള്ള പേടി എപ്പോഴും അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു ദിവസം തന്നെ ഒരുപാട് ആവർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പടച്ചവനെ, ഞങ്ങളെ നേരായ മാർഗത്തിലാക്കേണമേ, നേരായ മാർഗത്തിലാക്കേണമേ. നേരായ മാർഗത്തിൽ തന്നെയല്ലേ, എന്നാലും പേടിയാണ്. ഇപ്പോഴൊക്കെ നേരായ മാർഗത്തിൽ തന്നെയാണ്. അവസാന ശ്വാസത്തിൽ നമ്മൾ എങ്ങനെയാകുമെന്നുള്ള ഭയം ഒരു വിശ്വാസിയെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും അവന്റെ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ, നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കേണമേ. ഒരിക്കലും ആ നേരായ മാർഗം തെറ്റാതെ മുന്നോട്ട് പോവാൻ ഒരു ദിവസം 5 നേരമുള്ള നിർബന്ധ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറയുന്നുണ്ടാകും. എന്റെ ഇത്രയേറെ ഭയം? ഒരു വിശ്വാസിയുടെ ഭയം അത് തന്നെയാണ്, ആഖിബത്തിനെ പറ്റിയുള്ള പേടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൗത്ത് എന്ന് പറയുന്ന ചിന്ത, പരലോകം എന്ന് പറയുന്ന ചിന്ത, ഖബർ എന്ന് പറയുന്ന ചിന്ത നിങ്ങളെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങളെ അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, പരലോക വിശ്വാസം ശരിയായ അർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആഖിബത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. പഴമക്കാരെ കണ്ടില്ലേ നിങ്ങൾ? അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ ഉടനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. എന്താ വസിയത്ത്? ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം, അല്ലേ? ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. ആഖിബത്ത് നന്നാവണം, അവസാനത്തെ ശ്വാസം നന്നാവണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മുൻഗാമികളായ ആളുകളും വസിയത്ത് ചെയ്യുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ കണ്ടാൽ എന്താ ചെയ്യുക? കുറച്ച് നല്ല വസ്ത്രം ധരിച്ച ആളെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളെ കണ്ടാൽ ദുആ ചെയ്യണം. ഒരു വിസക്ക് കൊടുത്തിട്ടുണ്ട്, വിസ വേഗം കിട്ടണം, മക്കൾക്ക് പുതിയാപ്പിളാരെ പെട്ടെന്ന് കിട്ടണം, അതുപോലെ തന്നെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം എന്ന് പറയുന്നവരെയാണ് കൂടുതൽ നമ്മൾ കാണുക. അത് വേണ്ട എന്നല്ല പറയുന്നത്. അതിനേക്കാളൊക്കെ നമ്മളെ അലട്ടേണ്ടത്, നമ്മളെ പിടിച്ചു കുലുക്കേണ്ടത് ആഖിബത്തിനെ പറ്റിയുള്ള ചിന്തയാണ്. ആഖിബത്ത് നന്നാവണം. അതില്ലാതെ കുറെ നല്ല മക്കളെ കല്യാണം കഴിച്ചു വിട്ടു, ഒരുപാട് ബറക്കത്തുള്ള കച്ചവടമുണ്ടായി, കോടിക്കണക്കിന് സമ്പത്തിന്റെ ആസ്തി ഉണ്ടായി, കാലാകാലവും നരകത്തിൽ കിടക്കേണ്ട മനുഷ്യനാണെങ്കിൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്താണ് ഇതിന് വില? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുണ്ടാക്കിയ മനോഹരമായ സൗധങ്ങൾ, നമ്മളുണ്ടാക്കിയ മനോഹരമായ കെട്ടിടങ്ങൾ, നമ്മുടെ വിശാലമായ കൃഷിസ്ഥലങ്ങൾ, വരുമാന മാർഗങ്ങൾ, ഫാക്ടറികൾ, ഇത് മുഴുവനും ഉണ്ടായിട്ട് എന്ത് ഫലം? ആഖിബത്ത് മോശമായി മരിച്ചു നാളെ നരകത്തിൽ നിന്യനായി പ്രവേശിപ്പിക്കപ്പെടേണ്ട ഗതികേടാണ് അവരുള്ളതെങ്കിൽ ഇതിനൊക്കെ എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് കാര്യമായ കാര്യമെല്ലാം ആഖിബത്ത് നന്നാവുന്ന വിഷയത്തിലാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ എപ്പോഴും വേജാറിലാക്കുന്നത്, ഒരു വിശ്വാസിയെ എപ്പോഴും ചിന്തിപ്പിക്കുന്നത്, പടച്ചവനെ എന്റെ ആഖിബത്ത് എങ്ങനെയാകും റബ്ബേ? പേടി വേണം. എത്രയെത്ര വലിയ വലിയ മഹാന്മാർ, എത്ര വലിയ ദുആക്ക് ഇജാബത്ത് കിട്ടിയിരുന്ന ആളുകൾ, എത്രയെത്ര പ്രഗൽഭരായ ആളുകൾ വഴിപേച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ ഇന്നലെ പറഞ്ഞ ഇബ്ലീസ് തന്നെ മോശക്കാരനായിരുന്നില്ല. ഇബ്ലീസ് തന്നെ മോശക്കാരനായിരുന്നില്ല. ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇബ്ലീസ്, വലിയ മഹാപണ്ഡിതനാണ്.
വലിയ പണ്ഡിതനായതുകൊണ്ടാണ് ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്ലീസ് സഹവാസം മലക്കുകളെ കൂട്ടത്തിലായിരുന്നു. ഇൽമാണ് കാരണം. കാന മിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാന മിനൽ ജിന്നി. ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ഇൽമിന്റെ പവർ കൊണ്ട് ധാരാളമായി പാണ്ഡിത്യമുള്ളത് കൊണ്ട് ഇബ്ലീസിനെ മലായിക്കത്തിന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി. മലായിക്കത്തിന് ക്ലാസ് എടുത്തുകൊണ്ട്, മലായിക്കത്തിന് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മലായിക്കത്തിന്റെ കൂടെയാണ് സഹവാസം. അങ്ങനത്തെ ഇബ്ലീസ് എന്തുകൊണ്ട് ഇബ്ലീസായി ആലോചിച്ച് നോക്കൂ. വലിയ ആളായിരുന്നു, വലിയ ഇൽമുള്ള ആളാണ്, വലിയ ഇബാദത്തുള്ള ആളാണ്. മണ്ണിൽ സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ല, ഇബ്ലീസ് നെറ്റിവെക്കാത്ത മണ്ണ് കാണില്ല. അത്രയും നിസ്കരിച്ച ആളാണ്. നിസ്കാരമുണ്ട്, ഇൽമുണ്ട്, ഇബാദത്തുണ്ട്. പക്ഷേ ആഖിബത്ത് മോശമായി. നോക്കൂ നിങ്ങൾ, എത്ര നല്ല നല്ല ആളുകൾ പതറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൽഅം ഇബ്നു ബാഊറ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച മഹാനായ പണ്ഡിതൻ, ദുആക്ക് ഇജാബത്തുള്ള മഹാൻ. ഇപ്പം മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ കോരിച്ചെരിയുന്ന മഴ പെയ്യിപ്പിച്ച ആളാണ് ബൽഅം ഇബ്നു ബാഊറ എന്ന് പറയുന്ന ആള്. ദുആക്ക് ഇജാബത്തുള്ള ആളാണ്. ഇസ്മുൽ അഅ്ലം അറിയുന്ന ആളാണ്. ആ ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിങ്കിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈ താഴ്ത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു ഉത്തരം ചെയ്തിരുന്ന മഹാനായിരുന്നു ഒരു കാലത്ത് ബൽഅം ഇബ്നു ബാഊറ. മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. എന്നിട്ടെന്ത് സംഭവിച്ചു? അഖ്ലദ ഇലൽ അർളി. ദുനിയാവിനെ ഏറെ സ്നേഹിച്ചു പോയി. ദുനിയാവ് പണം, പ്രശസ്തി, ദുനിയാവിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ദുനിയാവിനോടുള്ള മഹബത്ത് വളരെ ശക്തിയായി പിടികൂടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരം താഴ്ത്തി. മസലുഹു കമസലിൽ കൽബ്. പട്ടിയെ പോലെയാണ് അവനെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി. നായയെ പോലെയാണ്, നാക്ക് നീട്ടിയവനായി, നായയെ പോലെ വൃത്തികെട്ടവനായി മാറിയ കഥ പറയുന്നത് ഖുർആനാണ്. ഇത്ര വലിയ മഹാൻ, ദുആക്ക് ഇജാബത്തുള്ള മഹാനായിരുന്നു, ഇസ്മുൽ അഅ്ലം അറിയുന്ന ആളായിരുന്നു. ആഖിബത്ത് മോശമായത് നോക്കൂ നിങ്ങൾ, വളരെ തരം താന്നുപോയി. ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഖാറൂൻ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിൽ മൂസാ നബി കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഖാറൂനാണ്. മൂസാ നബിന്റെ ബന്ധുവാണ്, മൂസാ നബിന്റെ കുടുംബക്കാരനാണ്, അടുത്ത ബന്ധുവാണ്. മൂസാ നബി കഴിഞ്ഞാൽ പിന്നെ തൗറാത്ത് ഏറ്റവും മനോഹരമായി ഓതാൻ അറിയുന്ന, തൗറാത്തിൽ ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള ആള് മൂസാ നബിക്ക് ശേഷം ആരാണെന്ന് ചോദിച്ചാൽ ഖാറൂനാണ്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിൽപ്പെട്ട ആളാണ്. പക്ഷേ ഭൂമി പിടിച്ചു വിഴുങ്ങി, ആഖിബത്ത് മോശമായി. ഇങ്ങനെ ചിന്തിച്ചു പോയാൽ എത്രയോ വലിയ വലിയ മഹാപണ്ഡിതന്മാരും വലിയ വലിയ വേദഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും വലിയ വലിയ സൂഫിയാക്കളും അടിപതറിയിട്ടുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസി എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നീ എന്നെ നേരായ മാർഗത്തിലാക്കേണമേ. ഇപ്പൊ മനസ്സിലായോ? ആവർത്തിച്ച് എന്തിനാണിത് പ്രാർത്ഥിക്കുന്നത്? നേരായ മാർഗത്തിൽ തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് പിഴക്കുക എന്നറിയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. എപ്പോഴാ പിഴക്കുക എന്നറിയില്ല. വമ്പന്മാര് പിഴച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അവസാനമായി അത്തഹിയ്യാത്തിൽ നബി തങ്ങൾ പ്രാർത്ഥിക്കും, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ. മനസ്സുകൾ ഇങ്ങനെ മാറിമറിയും, മനസ്സുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ. സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിക്കണേ. എന്റെ ദീനിനെ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? ആഖിബത്ത് ഭയം. ആഖിബത്ത് ഭയമുള്ളവനാണ് മോമിൻ. ഒരു വിശ്വാസിക്ക് എപ്പോഴും പേടിയതാണ്. അവന്റെ ദുനിയാവ് താൽക്കാലികമായി ജീവിക്കാനുള്ള ലോകമാണ്. ഇവിടെ എത്ര സുരക്ഷിതമാണെങ്കിലും, എത്ര സുഖമാണെങ്കിലും, എത്ര വലിയ ദുഃഖമാണെങ്കിലും അതിനൊക്കെ പരിധിയില്ലേ സഹോദരങ്ങളെ? വലിയ കോടീശ്വരനാണ്, എത്ര കാലം അവൻ ഈ ലോകത്ത് സുഖിക്കും?
അവൻ അല്ലാഹു നൽകിയത് മുഴുവനും നഷ്ടപ്പെടാനുള്ളതാണ്. കരുത്തുള്ള ആരോഗ്യവാന്മാരെ ചിന്തിക്കൂ. ഈ കരുത്തുള്ള ആരോഗ്യം പോയി നിങ്ങളെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് ഒട്ടിയ കവിൾത്തടമായി ഒരു കോലം കെട്ട മനുഷ്യനായി നമ്മൾ മാറാൻ കൂടുതൽ സമയം വേണ്ടി വരില്ല. എത്രയെത്ര ആരോഗ്യവാന്മാരായ ആളുകൾ മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിൽ ക്യാൻസർ ബാധിച്ച് റേഡിയേഷൻ നടത്തി ശരീരത്തിലെ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിൽ കിടക്കുന്ന എത്രയോ ആക്കളും യുവതികളും നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ പ്രായമുള്ള ആളുകൾ ഒരു കാലത്ത് അതിസുന്ദരന്മാരും ആരോഗ്യവാന്മാരും. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല, സമ്പത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല, സൗന്ദര്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല, സ്ഥാനമാനങ്ങൾ നിലനിൽക്കുന്നതല്ല. അതൊക്കെ നമ്മോട് വിട പറയുന്നതാണ്. എല്ലാം വായ്പ വാങ്ങിയ മുതലാണ്, അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് അശദ്ദുൽ ഹുമ്മി ഇൻദി ഫീ സുറൂരി തയഖന അൻഹു സ്വാഹിബു ഇന്തിഖാലാ. ഒരു മഹാനായ കവി പാടിയ കവിതയാണത്. അദ്ദേഹം പറയുന്നത് അശദ്ദുൽ ഹുമ്മി ഇൻദി ഫീ സുറൂരി, എനിക്ക് നല്ല സുഖവും സന്തോഷവുമുള്ള സമയത്താണ് വലിയ ദുഃഖം, വലിയ ടെൻഷൻ. നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല ചുറുചുറുക്ക്, നല്ല ഭാര്യ, നല്ല മക്കൾ എല്ലാം ഉള്ളപ്പോഴാണ് എനിക്ക് കഠിനമായ ടെൻഷൻ. എന്തിനാണ് ടെൻഷൻ? അദ്ദേഹം പറയുന്നത് അശദ്ദുൽ ഹുമ്മി ഇൻദി ഫീ സുറൂരി, സന്തോഷങ്ങൾ ഒത്തിണങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. കാരണം തയഖന അൻഹു സ്വാഹിബു ഇന്തിഖാലാ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർക്കുമ്പോഴാണ്. നല്ല സുഖവും സന്തോഷവുമുള്ള ഘട്ടത്തിലെത്തിയവരെ നിങ്ങൾ ആലോചിക്കണം. ദുഃഖം അപ്പോഴാണ് കൂടുതൽ. ഇതൊന്നും നിലനിൽക്കൂല. കരുത്തുള്ള ആരോഗ്യം, ആ ആരോഗ്യം നിലനിൽക്കുന്ന മുതലല്ല. ഇപ്പൊ സ്റ്റെപ്പുകൾ നിങ്ങൾ ഓടിക്കയറുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാലം വിദൂരമല്ല. ഇപ്പോൾ കണ്ടാൽ നല്ല സുന്ദരനാണ്, കറുകറുത്ത മീശയും കറുകറുത്ത മുടിയും താടിയുമുള്ള അതിസുന്ദരനാണെങ്കിൽ അതൊക്കെ മറ്റൊരു കളറിലേക്ക് മാറി വെളുത്ത് നിരച്ച് കോലം കെട്ടൊരവസ്ഥയിലേക്ക് മാറാൻ സമയം കൂടുതൽ വേണ്ടി വരില്ല. അതുപോലെ എല്ലാം നമ്മോട് വിട പറയുന്നതാണെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള സമയത്ത്, എല്ലാ സുഖങ്ങളും ഒത്തിണങ്ങിയ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് എന്ന് ഒരു മഹാനായ കവി പാടിയിട്ടുണ്ടെങ്കിൽ എത്ര ശരിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടോ ആഖിബത്തിനെ പറ്റിയുള്ള ഭയമുണ്ടാകും. പരലോകത്തിലേക്ക് പോകുമ്പോൾ, ആദ്യത്തെ ഭവനിലേക്ക് പോകുമ്പോൾ എന്റെ അവസ്ഥ എന്താണ് എന്ന പേടിയാണ് ഒരു സത്യവിശ്വാസിയെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക. വിശ്വാസം ഉള്ളിലേക്ക് കടന്നാൽ ആഖിബത്തിനെ പറ്റിയുള്ള പേടി ഉണ്ടാകുക എന്നുള്ള അതിന്റെ അടയാളം. മൗത്തിനെ പറ്റി അവന് ഭയം അതാണ്. മരിച്ചു പിരിയാൻ, ഖബറിലേക്ക് പോവാനുള്ള ഭയം എന്താണ്? അല്ലാഹു തൃപ്തിപ്പെട്ട നിലയിലാകുമോ, എന്റെ ആഖിബത്ത് നന്നാകുമോ എന്ന ഭയത്തിലായിരിക്കും. ആ ഭയം ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് മഹാന്മാര് പറയുന്നത് മൂന്നടയാളമുണ്ട്. അതിന് നമ്മുടെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മൂന്നടയാളമുണ്ട്. ഏതാണ് ആ മൂന്നടയാളം? ബഹുമാനപ്പെട്ട മഹാന്മാര് പറയുന്നത് ഒന്നാമത്തെ അടയാളം തഅ്ജീലുത് തൗബ, വേഗത്തിൽ തൗബ ചെയ്യുക എന്ന് പറയുന്ന സ്വഭാവം. നാളെയാവട്ടെ നാളെയാവട്ടെ എന്നവൻ കാത്തിരിക്കൂല. എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവനിക്കുണ്ടാവുക. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. മൗത്തിനെ പറ്റിയുള്ള ചിന്ത നിന്റെ കൽബിലേക്ക് കടന്നാൽ, പരലോകത്തെ ആദ്യത്തെ ഭവനത്തിലേക്കുള്ള യാത്രയെ പറ്റിയുള്ള ചിന്ത നിന്റെ കൽബിലേക്ക് കടന്നു വന്നാൽ നിനക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാറ്റം തന്നെ തഅ്ജീലു തൗബത്തി, വേഗം തൗബ. നാളെ ആവട്ടെ വിചാരിക്കും. ഉമ്മ നമ്മുടെ കാര്യത്തിലൊന്ന് വിഷമിച്ചു. ചില മക്കളില്ലേ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഉമ്മ പറയുന്നത് കേൾക്കാതെ, ഉപ്പ പറയുന്നത് കേൾക്കാതെ ഇറങ്ങിപ്പോരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഖിബത്തിനെ പറ്റിയുള്ള ഭയം, പരലോകത്തെ പറ്റിയുള്ള പേടി, ഖബറിനെ പറ്റിയുള്ള പേടിയുണ്ടെങ്കിൽ അവൻ വിചാരിക്കും ഒരുപക്ഷേ ഞാൻ ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എനിക്ക് മൗത്ത് സംഭവിക്കാം. ഉടനെ തിരിച്ചു പോകും.
ഉമ്മ ഞാൻ പറഞ്ഞത് അധികമായി പോയാൽ പൊരുത്തപ്പെടണം. ഉമ്മാന്റെ കൈ പിടിക്കും, ഉമ്മാന്റെ കാല് പിടിക്കും, പൊരുത്തപ്പിടിക്കും. അതാ തഅജീലു തൗബ. അല്പം പോലും വൈകൂല, ഉടനടി ചെയ്തിരിക്കും. അതാണ് ഈമാൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ ഉള്ളൊരടയാളം. മൗത്തിനെ പറ്റി ചിന്ത ഉണ്ടാവും, ആഖിബത്തിനെ പറ്റി പേടിയുണ്ടാവും. ആഖിബത്തിനെ പറ്റി പേടിയുണ്ടായാൽ ഒന്നാമത്തെ അടയാളം വേഗം തൗബ ചെയ്യും. ഒരു സഹോദരനുമായി പിണക്കത്തിലാണ്, കച്ചവടത്തിന്റെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ തന്റെ സ്നേഹിതനുമായി സംസാരിച്ചു. അല്പമൊന്ന് പിണങ്ങി ഇറങ്ങി നടക്കുമ്പോൾ പേടിയാണ്. എന്താ പേടി? പടച്ചവനെ, ഒരു സഹോദരനുമായി പിണങ്ങി നടന്നാൽ അത് അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യമാണ്, അള്ളാഹുവിന് വലിയ ദേഷ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉടനെ തിരിച്ചു വന്നിട്ട് സഹോദരാ, ഞാൻ പറഞ്ഞത് ഏറിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് വളരെ പെട്ടെന്ന് പറയാനുള്ള മനസ്ഥിതി, അതാണ് തഅജീലു തൗബ. വേഗം തൗബയുണ്ടാകും. മൗത്തിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടോ? മരിച്ചു പോണെന്നുള്ള ഓർമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുണ്ടാവും, നാളത്തേക്ക് വെക്കൂല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമുക്കറിയാം. ബഹുമാനപ്പെട്ട മൗലാന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് തന്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന പയ്യനോട്, ജോലി ചെയ്യുന്ന ഒരു കുട്ടിയോട്, വീട്ടിന്റെ പരിസരത്ത് കുത്തിയിരുന്ന കപ്പത്തോട്ടം, കപ്പത്തോട്ടം നനക്കണമെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആവശ്യപ്പെട്ടിരുന്നു. കുട്ടി അത് സമ്മതിച്ചു. കണ്ണിയത്ത് ഉസ്താദ് വൈകുന്നേരം വന്നു നോക്കുമ്പോൾ അവൻ കപ്പയൊന്നും നനച്ചിട്ടില്ല. ഇതുപോലെ വേനൽ സമയം നനച്ചു കൊടുത്തില്ലെങ്കിൽ കൃഷി നഷ്ടപ്പെടും. അതുകൊണ്ട് കുട്ടികളുടെ കളിയും സൊകലുമല്ലേ, അവര് നനച്ചു കൊടുക്കാൻ വിട്ടുപോയി. കണ്ണിയത്ത് ഉസ്താദ് ദേഷ്യം പിടിച്ചു. മോനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ കപ്പയൊക്കെ നനക്കണമെന്ന്? പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നീ ആ കരാറ്, നീ ഏറ്റെടുത്ത കാര്യം നീ പൂർത്തിയാക്കിയില്ല? ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കണ്ടേ എന്ന് മൂപ്പരുടെ തനതായ ശൈലിയിൽ പറഞ്ഞു. ഇപ്പത്തെ കുട്ടികളല്ലേ. കണ്ണിയത്ത് ഉസ്താദ് വയലിനോ മറ്റോ പോയതിന്റെ ശേഷം ഇവൻ ഇറങ്ങിപ്പോയി, ഒന്നും പറയാതെ. തൊഴിലാളികളോടൊന്നും അങ്ങൊന്നും സംസാരിക്കാൻ പറ്റാത്ത കാലാണ്. അന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവനെ നീതി പഠിപ്പിച്ചതാണ്. ഒരു കാര്യം നീ ഏറ്റെടുത്താൽ അത് നീ ചെയ്യണം. കപ്പ നനക്കാം, പൂളത്തോട്ടം നനക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നീ അത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ കുട്ടിയെ ഉപദേശിച്ചു. അത് ആ പയ്യൻ ഇഷ്ടപ്പെട്ടില്ല, അവൻ ഇറങ്ങിപ്പോയി. രാത്രി വൈകിയപ്പോഴോ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാനായിരുന്ന പ്രസിഡന്റ്, അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാൻ എന്ന് എതിരാളികൾ പോലും പറയുന്ന മഹാനായ മനുഷ്യൻ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തുപ്പണമെന്ന് തോന്നിയാൽ എവിടെയാണ് കിബില, കിബില എവിടെയാണെന്ന് ചോദിച്ച് കിബിലയുടെ ഭാഗമല്ല എന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം മാത്രമേ അദ്ദേഹം തുപ്പാറുള്ളൂ. ഇത്ര സൂക്ഷ്മതയുള്ള മഹാൻ. ഒരു കച്ചവടം, മീൻ കച്ചവടം, മീൻ വാങ്ങുമ്പോൾ പോലും ശറഇന്റെ നിയമം പാലിച്ചുകൊണ്ട് മീൻ വാങ്ങുന്ന മഹാൻ. ഏത് കാര്യത്തിലും ശറഇന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്ന അദ്ദേഹം വയല് കഴിഞ്ഞ് രാത്രി എപ്പോഴോ വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ, അന്നത്തൊക്കെ വയല് തുടങ്ങൽ 10 മണിക്കാണ്. 10 മണിക്ക് വയല് തുടങ്ങി നീണ്ട വയല് കഴിഞ്ഞ് എപ്പോഴോ തിരിച്ചു വരുന്ന സമയത്ത് ചോദിച്ചു, ആ കുട്ടി എവിടെ? വീട്ടുകാര് പറഞ്ഞു, അവനൊന്നും പറയാതെ പിണങ്ങിപ്പോയി, ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ കണ്ണിയത്ത് എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ സൂഫി വര്യന്റെ മനസ്സ് തേങ്ങി. അദ്ദേഹം ഓർത്തുപോയി, ആ കുട്ടി എന്നോട് പിണങ്ങിയോ? അങ്ങനെ പിണങ്ങി നിൽക്കാൻ പാടില്ല. കണ്ണിയത്ത് ഉസ്താദ് രാത്രിക്ക് രാത്രി തന്നെ ആ കുട്ടിയുടെ വീട് അന്വേഷിച്ചുകൊണ്ട് വിളക്കും വാങ്ങി, ടോർച്ച് വാങ്ങി, അല്ലെങ്കിൽ ചൂട്ട് വാങ്ങി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒരുപാട് ദൂരം നടന്നുപോയി. ഒരു മഹാനായ പണ്ഡിതൻ നടന്നുപോയി ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് മുട്ടി വിളിച്ചു. കണ്ണിയത്ത് അഹമ്മദാണ് വിളിക്കുന്നത്. പെരക്കാര് ബേജാറായി പോയി. പടച്ചവനെ, ബറക്കത്തിന് വേണ്ടി നമ്മുടെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി നിർത്തി. ഉസ്താദിന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചോ എന്ന് പേടിച്ച് വരച്ചുകൊണ്ട് വീട്ടുകാര് എഴുന്നേറ്റ് ചോദിച്ചു, ഉസ്താദെ, എന്താണ് ഈ പാതിരാ സമയത്ത്, ഈ അസമയത്ത് എന്താണ് ഇങ്ങോട്ട് നടന്നു വരാനുള്ള കാരണം? ഞങ്ങളുടെ മകൻ എന്തെങ്കിലും വികൃതി ഒപ്പിച്ചോ? ആ സമയത്ത് പറഞ്ഞു, മകനല്ല തെറ്റുകാരൻ, എനിക്കവനെ കാണണമെന്ന് പറഞ്ഞു. കുട്ടിയെ വിളിച്ചുണർത്തി കൊണ്ടുവന്നു. ആ പിഞ്ചു കുഞ്ഞാ ചെറുപ്പക്കാർ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പൊരുത്തപ്പെടാൻ വേണ്ടി പറയുമ്പോൾ, ഒരു കുട്ടിയോട് പൊരുത്തപ്പെടാൻ ഒരു മഹാനായ പണ്ഡിതൻ ആവശ്യപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണ് നിറയുകയാണ്. ആരാണീ മഹാൻ? ആരാണീ മഹാൻ? കാരണം നാളെ നേരം പുലരുവോളം കാത്തിരിക്കാൻ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ അനുവദിച്ചില്ല.
ആഖിബത്തിനെ പറ്റിയുള്ള പേടി, പരലോകത്തെ പറ്റിയുള്ള പേടി ശക്തിയായി മനസ്സിൽ തട്ടിയ കണ്ണിയത്ത് ഉസ്താദ് തഅജീലു തൗബ, വേഗത്തിൽ തൗബ. അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ നേരം പുലരട്ടെ എന്നിട്ട് കാണാമെന്ന് വിചാരിക്കാതെ രാത്രിക്ക് രാത്രി ഇറങ്ങിപ്പോയി, മോനെ ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പൊറുക്കണം എന്ന് പറയാൻ ഒരു പണ്ഡിതൻ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈമാന്റെ അടയാളമാണത്. ആഖിബത്തിനെ പറ്റിയുള്ള ഭയം നാളത്തേക്ക് വെക്കൂല. തഅജീലു തൗബത്തി, വളരെ പെട്ടെന്ന് തൗബ ചെയ്യും എന്ത് ആരോടും. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് പിണങ്ങാൻ പറ്റില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി പിണങ്ങി 3 ദിവസത്തിലപ്പുറം പിണങ്ങി നടക്കുകയും അതിലൊരാൾ മരിക്കുകയും ചെയ്താൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സത്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. 3 ദിവസത്തിലപ്പുറം പിണങ്ങി നടന്നാൽ അതിലവൻ മരിച്ചുപോയാൽ, പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ മരിച്ചുപോയാൽ അവൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ നരകത്തിൽ തന്നെ, അതിലൊരു മാറ്റം പിന്നെ സംഭവിക്കാനില്ല. എന്താ കാരണം? ഈമാൻ കൽബിൽ തട്ടിയ ഒരാൾക്ക് എപ്പോഴും പേടിയാണ്. അതുകൊണ്ട് പരലോകത്തെപ്പറ്റി ചിന്തയുള്ള മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം തഅജീലു തൗബത്തി, വേഗത്തിൽ തൗബ ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമതായി മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല എന്ന് പറയാണ്, രണ്ടാമത്തെ അടയാളം വഖനാഅത്തുൻ നഫ്സി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്ന നല്ല മനസ്സിന്റെ ഉടമയായി മാറും അവൻ. ആഖിബത്തിനെ പറ്റിയുള്ള പേടിയുള്ളവൻ, മൗത്തിനെ പറ്റി പേടിയുള്ളവൻ. ഏത് സമയത്തും അത് സംഭവിക്കാം. മൗത്തിന് പ്രായമില്ല, മരണത്തിന് പ്രായമില്ല. മരണത്തിന് ആരോഗ്യവാനാണെന്നോ രോഗിയാണെന്നോ നോട്ടമില്ല. ഏത് സമയത്തും എവിടെ വെച്ചുമാവാം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് വലാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, വലാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരൊറ്റ മനുഷ്യനും അറിയില്ല ഏത് ഭൂമിയിലാണ് അവൻ മരിക്കുക, എവിടെ വെച്ചാണ് മരിച്ചു വീഴുക എന്ന് മനുഷ്യൻ അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഷർട്ട് ധരിച്ചവരാണ്. നിങ്ങൾ ധരിച്ച ഷർട്ട് നിങ്ങളെ കൈകൊണ്ട് അഴിച്ചു വെക്കുമെന്നുള്ള ഉറപ്പ് എത്ര ആളുകൾക്കുണ്ട് ഈ കൂട്ടത്തിൽ? ആർക്കാ ഉറപ്പ് പറയാൻ പറ്റിയ? എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടത് എന്റെ കൈ കൊണ്ടാണ്, ഇതെന്റെ കൈ കൊണ്ട് തന്നെ അഴിച്ചു വെക്കുമെന്നുള്ള ഉറപ്പ് പോലും ഇല്ലാത്തവരാണ് നമ്മൾ. ആർക്കാ ഉറപ്പുള്ള? ഒരു കുട്ടിക്ക് ഉറപ്പില്ല. ഏത് സമയത്തുമാവാം, എപ്പോഴുമാവാം. പ്രായം അവിടെ പ്രശ്നമല്ല. അസ്റായിലിന്റെ മുമ്പിൽ അതൊന്നും പ്രശ്നമേ അല്ല. അള്ളാഹു നിശ്ചയിച്ച ടൈമിൽ തന്നെ നമുക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞ് പരലോകത്തെ ആദ്യ ഭവനത്തിലേക്ക് കാലുകുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് മരണമെന്ന് ഒരൊറ്റ മനുഷ്യനും അള്ളാഹു അറിയിച്ചു തരാത്തത് കൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ പേടിയിലാണ്, എപ്പോഴും അവൻ വേജാറിലാണ്. ഏത് സമയത്തും എന്റെ മരണം സംഭവിക്കാം. അതുകൊണ്ട് ആ മനുഷ്യനുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയുമോ? ഈ ചിന്ത അവനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗുണം എന്താണ്? ഖനാഅത്തുൻ നഫ്സി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവില്ല. ആ മോഹങ്ങളൊക്കെ പൂവണിയണമെന്നില്ല. ഈ കബറിൽ കിടക്കുന്ന, പള്ളിക്കാട്ടിൽ കിടക്കുന്ന ആളുകൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയാക്കി മരിച്ചു പോയവരല്ല. ഒരുപാട് ആഗ്രഹാഭിലാഷങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ കബറിൽ കിടക്കുന്നത്. ഒരുപാട് ആഗ്രഹാഭിലാഷങ്ങൾ അവർക്ക് ബാക്കിയുണ്ട്. അത് തന്നെയാണ് നമുക്കും വരാനുള്ളത്. അതുകൊണ്ട് ഒരു വിശ്വാസി മരണത്തെപ്പറ്റി ഓർമ്മയുള്ളവനാണെങ്കിൽ, ഖബറിനെ പറ്റി ചിന്തിക്കുന്നവനാണെങ്കിൽ അവനിലുണ്ടാകുന്ന രണ്ടാമത്തെ അടയാളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. വ്യാമോഹങ്ങളും അതിമോഹങ്ങളും ഒന്നും അവനുണ്ടാവില്ല. അള്ളാഹു എനിക്ക് ഇത്രയാണ് കണക്കാക്കിയത്, ആ കണക്കാക്കിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ അവർ തയ്യാറാകും. ഇതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമത്തെ ഗുണം മഹാന്മാര് പറയാണ് വന്നശാതു ഫിൽ ഇബാദത്തി, അല്ലാഹുക്ക് ആരാധന നടത്താൻ, അല്ലാഹുവിലേക്ക് ഇബാദത്ത് നടത്താൻ അതിയായ ഉത്സാഹമുണ്ടാകും. നിസ്കരിക്കാൻ ഉത്സാഹം, നോമ്പ് നോൽക്കാൻ ഉത്സാഹം, ഖുർആൻ ഓതാൻ ഉത്സാഹം,
തഹജ്ജുദ് നിസ്കരിക്കാൻ താല്പര്യം, ഇങ്ങനെ എല്ലാ ഇബാദത്തിനും സദഖ ചെയ്യാൻ അവന് താല്പര്യം. ഇങ്ങനെ ഇബാദത്തിനോട് വല്ലാത്ത ആനന്ദമുണ്ടാകും. ഈ മൂന്നടയാളങ്ങളാണ് ആഖിബത്തിനെ പറ്റിയുള്ള ചിന്ത, മൗത്തിനെ പറ്റിയുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൂന്നടയാളങ്ങൾ. ഒരു നിമിഷം ഒന്നാലോചിച്ച് നോക്കൂ, ഈ മൂന്ന് അവസ്ഥകൾ എനിക്കുണ്ട്. എന്റെ ഉള്ളിൽ ശരിയായ രൂപത്തിൽ പരലോക ചിന്ത സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? എന്റെ മൗത്തിനെ പറ്റിയുള്ള ഭയം, ആഖിബത്തിനെ പറ്റിയുള്ള ഭയം എന്റെ മനസ്സിൽ ശരിയായ അർത്ഥത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തൗബ ചെയ്യുക, പെട്ടെന്ന് തൗബ ചെയ്ത് ക്ലിയർ ആവുക. എവിടെങ്കിലും ഒരു പാപത്തിന്റെ കറ പുരണ്ടാൽ വേഗത്തിൽ തൗബയുടെ കണ്ണീര് കൊണ്ട് കഴുകിക്കളയുക. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ശരിക്കും ആലോചിച്ച് നോക്ക്. നമുക്ക് മരിക്കണ്ടേ, ഖബറിലേക്ക് പോവണ്ടേ? എത്രയോ ആളുകൾ നമ്മുടെ പരിസരത്ത് ഖബറിൽ കിടക്കുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്ക് നിങ്ങളൊന്ന് ഉള്ളിൽ തട്ടി ചിന്തിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തൂ. ഖബറിനെ പറ്റി നിങ്ങളെ കൽബിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ചിന്തകൾ? പരലോകത്തെ പറ്റിയുള്ള വിശ്വാസം ശക്തമാണോ? എങ്കിൽ വളരെ പെട്ടെന്ന് തൗബ ചെയ്യുക എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകും. ഒരു തെറ്റ് സംഭവിച്ചാൽ, ഒരു തെറ്റിന്റെ കറ വന്നാൽ ഉടനെ തന്നെ തൗബ കൊണ്ട് ആ കറ ശുദ്ധീകരിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കൂ. രണ്ടാമത്തത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അവൻ അങ്ങനെയുണ്ട്, ഇവൻ ഇങ്ങനെയുണ്ട്, മറ്റോടത്ത് അങ്ങനെയുണ്ട്, ഇങ്ങനെ മേലോട്ട് നോക്കുന്ന സ്വഭാവമേ അവനുണ്ടാവില്ല. സ്ത്രീകൾക്കും തോന്നും, നിങ്ങളെ കൂടെ ഗൾഫിൽ പോയവനാണ്, അവൻ 10 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്, അവന് കൊടകിൽ തോട്ടമുണ്ട്, കണ്ണൂര് കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വാഹനമുണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് പറയുന്ന മേലോട്ട് നോക്കുന്ന ചിന്ത അല്ലാഹു തആല 4-ാം മാസത്തിൽ കണക്കാക്കിയതല്ലാതെ ഒരൊറ്റ മനുഷ്യനും ഒന്നും തന്നെ നേടാനാവില്ല. അള്ളാഹു നമുക്ക് കണക്കാക്കിയതൊന്നും തന്നെ നമ്മിലേക്ക് വരാതെ തട്ടിത്തിരിഞ്ഞു പോകുന്ന പ്രശ്നവുമില്ല. അത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് വ്യാമോഹങ്ങൾ ഉണ്ടാവില്ല, അതിമോഹങ്ങൾ ഉണ്ടാവില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. വിശ്വാസം അതാണ്. അള്ളാഹു എനിക്ക് 4-ാം മാസത്തിൽ എന്തൊക്കെ കണക്കാക്കിയിട്ടുണ്ടോ അതിലൊന്നുപോലും എനിക്ക് വരാതെ മറ്റൊരാളിലേക്ക് തിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹു കണക്കാക്കാത്ത എന്തെങ്കിലുമുണ്ടോ? ഞാൻ എങ്ങനെ കെട്ടിമറഞ്ഞാലും അതെനിക്ക് കിട്ടുന്ന പ്രശ്നവുമില്ല. ഇത് ശരിക്കാണ്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ അവസ്ഥ. മാത്രമല്ല, മൗത്തെന്ന് പറയുന്നത് തൊട്ടു മുമ്പിൽ കാണുന്ന വിശ്വാസി, മൗത്തെന്ന് പറയുന്നത്, ഖബറെന്ന് പറയുന്നത് തൊട്ടു മുമ്പിൽ കാണുന്ന വിശ്വാസി, ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവമുണ്ടാകും. നമ്മൾ അങ്ങനെയാണോ? ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ അള്ളാഹു തന്നതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണോ? നിങ്ങൾ സ്വസ്ഥരാണോ? നിങ്ങൾ സമാധാനത്തിലാണോ? അതോ നിങ്ങൾക്ക് സമാധാനമില്ലേ? ദുനിയാവിന്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ലേ? അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അത് കിട്ടണം, മറ്റത് കിട്ടണം, ഇങ്ങനെ ധാരാളം ചിന്തകളെ കൊണ്ട് അലട്ടുകയാണോ? നിങ്ങളെ മനസ്സ് എരിപിരി കൊള്ളുകയാണോ? അതോ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന സുന്ദരമായ സമാധാനപൂർണമായ അന്തരീക്ഷമുണ്ടോ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ ഗുണമാണത്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഇബാദത്തിന് ആവേശമാണ്. ഇബാദത്തിന് വല്ലാത്ത ആവേശമുണ്ടാകും. നിസ്കരിക്കുമ്പോൾ ആവേശത്തോടു കൂടെ നിസ്കരിക്കുന്നവരാണോ അതോ മടിയോടുകൂടെ? ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ പോലും മടിയാണ്. നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ഒന്ന് പ്രാർത്ഥന നടത്താൻ, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ മടിയുണ്ടോ അതോ താല്പര്യത്തോടെ ചെയ്യുന്നുണ്ടോ? ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് ഒരു തബാറക സൂറത്ത്, ഒരു വാഖിയ സൂറത്ത്, ഒരു ദുഹാൻ സൂറത്ത്, അതൊക്കെ ഓതാനുള്ള ശ്രമമുണ്ടോ? അതിനോടൊക്കെ താല്പര്യമുണ്ടോ അതോ അതിനോടൊക്കെ മടിയുണ്ടോ? സ്വയം ചിന്തിക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് ഈമാൻ ശരിക്ക് പ്രവേശിച്ചിട്ടുണ്ട്.
ആഖിബത്തിനെ പറ്റിയുള്ള ഭയം നിങ്ങൾക്കുണ്ട്. ഏത് സമയത്തും മരിക്കുമെന്നുള്ള പേടി നിങ്ങളെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യ ഭവനമാകുന്ന ഖബർ, ആ ഖബറിനെ പറ്റിയുള്ള ശക്തമായ ചിന്ത നിങ്ങളിലുണ്ട്. ആ ചിന്തയുള്ളവന് ഇബാദത്തിന് വല്ലാത്ത ആവേശമാണ്, ഇബാദത്തിന് ചുറുചുറുക്കാണ്. ഈ 3 കാര്യം ശരിക്ക് ആവർത്തിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ എന്റെ ഉള്ളിലേക്ക് ശരിക്കും മൗത്തിനെ പറ്റിയുള്ള ചിന്ത, പരലോക ചിന്ത എന്റെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടോ ഇല്ലേ? പരലോകത്ത് വിശ്വസിക്കാതെ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ചിന്ത കേറിയിട്ടില്ലെങ്കിലോ ഇതിന്റെ നേരെ വിപരീതമാണ്. നേരെ വിപരീതം എന്ന് പറഞ്ഞാൽ തസ്വീഫു തൗബത്തി, തൗബയെ നാളെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് പിന്തിക്കും. അങ്ങനത്തെ സ്വഭാവമുണ്ടോ? ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. സിനിമ കാണാറുണ്ട്, സീരിയൽ കാണാറുണ്ട്, അന്യ സ്ത്രീകളെ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഹറാമായ സംഗതികൾ ചെയ്യാറുണ്ട്, ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട്, അല്ലറ ചില്ലറ പലിശയുമായി ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അതിനെതിരെ പള്ളിയിൽ നിന്ന് പ്രസംഗം, ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്തൊക്കെ മടങ്ങണം. മരിക്കുന്നതിന് മുമ്പ് ഒക്കെ ക്ലിയർ ആക്കണം. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയട്ടെ അല്ലേ? ചെറുപ്പക്കാരൻ വിചാരിക്കും വയസ്സാവട്ടെ, താടി മുടിയൊക്കെ ഒന്ന് നിരക്കട്ടെ, പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് പള്ളി തന്നെയാണ് കൂടാ. മറ്റു ചില ആളുകൾ പറയും ഏതായാലും കുറച്ചുകാലം കൂടിയൊക്കെ എങ്ങനെയാണ് പോട്ടെ, ഇനി ഒരു ഹജ്ജൊക്കെ ചെയ്ത് വന്നിട്ട് പിന്നെ ഒരേ ഇരുത്താണ് പള്ളിയിൽ അല്ലേ? ഓരോ ആളുകൾക്കും ഇതെന്തിന്റെ അടയാളമാണ്? ഈമാന്റെ അടയാളമല്ല, വിശ്വാസത്തിന്റെ അടയാളമല്ല. തസ്വീഫു തൗബ, തൗബനെ പിന്തിപ്പിക്കുക. നാളെ ആവട്ടെ, അടുത്ത മാസമാവാം, ഏതായാലും ഞാൻ റമളാൻ മാസം വരട്ടെ, ഇങ്ങോട്ട് നോക്കാം. നിസ്കാരമൊക്കെ ഖളാ ആണ്, നിസ്കാരത്തിൽ ചിട്ടയില്ലാത്തവനാണ്. ആ നിസ്കാരത്തിനെ പറ്റിയുള്ള ശക്തമായ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റമളാൻ 1 മുതൽ നിസ്കാരം ആരംഭിക്കും. ആര് പറഞ്ഞു റമളാൻ മാസം വരെ നീ ജീവിക്കുമെന്ന്? ശൈത്താൻ ഉണ്ടാക്കി തരുന്ന ഒരു നീണ്ട തൂലുല്ലമൽ, ഇനിയും ഒരുപാട് സമയം നിനക്കുണ്ട് എന്നുള്ള ചിന്ത പിശാച് ഉണ്ടാക്കി തരുന്നതാണ്. നീ പിശാചിന്റെ അടിമയാണ്, പിശാചിന് അടിമപ്പെടുന്നു. അതുകൊണ്ടാണ് നാളെയാവട്ടെ തൗബ, അത് പിന്നെ ചെയ്യാം, താടി നിരക്കട്ടെ, അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ, അല്ലെങ്കിൽ റമളാൻ വരട്ടെ. ഈ കണ്ടോ തസ്വീഫു തൗബത്ത്. നമ്മൾ വിചാരിക്കും അതൊക്കെ ഈമാന്റെ അടയാളാണ്. നാളെയാവട്ടെ എന്ന് ചിന്തിക്കുന്നവന്റെ കൽബിലേക്ക് പരലോകം വേണ്ട രൂപത്തിൽ പ്രവേശിച്ചിട്ടില്ല. പരലോകത്ത് വിശ്വസിക്കുന്നവനാണ് മോമിൻ. ആ വിശ്വാസം അവന്റെ ഉള്ളിൽ തട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ നാളെയാവട്ടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അവനുണ്ടാവില്ല. രണ്ടാമത്തെ അള്ളാഹു കൊടുത്തതുകൊണ്ട് മിതമായ ഒരു ജീവിതം കൊണ്ട് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല. ഒരുപാട് മോഹങ്ങളാണ്. വാഹനമില്ലാത്ത സമയത്ത് കരുതും ഒരു വാഹനം കിട്ടണം, ഒരു 3 ലക്ഷത്തിന്റെ കാറായാലും വേണ്ടില്ല, തൽക്കാലം ഒരു വാഹനം. ആ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം ഓടിച്ചു പോകുമെന്ന് തോന്നും. 18 ലക്ഷത്തിന്റെ ഒരു വണ്ടി കാണുമ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് ആ 18ന്റെ കാറ് കിട്ടാൻ എന്താ വഴി? സീറ്റ് സൗകര്യം പോരാ, ഡോറ് പോരാ, അതുപോലെ തന്നെ സംവിധാനങ്ങൾ പോരാ എന്നിങ്ങനെ തോന്നും. അതിനേക്കാൾ വലുത് കിട്ടും. അതിനേക്കാൾ വലുത് കയ്യിൽ കിട്ടിയാലോ അതിന്റെ മൂല്യം കുറഞ്ഞു, ഇനി അതിനേക്കാൾ വലുത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ കുതിച്ചു വായുകയാണ്. അതാരുടെ ലക്ഷണമാണ്? അറ്റമില്ലാത്ത മോഹങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യമാണത്. ഒരുപാട് മോഹങ്ങൾ, അറ്റമില്ലാത്ത മോഹങ്ങൾ. അപ്പൊ അള്ളാഹു തന്നത് കൊണ്ടൊന്നും അവന് തൃപ്തിപ്പെടാനാവില്ല. അള്ളാഹു നിനക്ക് എന്താണ് തന്നത് അത് പോരാ, അതിനേക്കാൾ വേണം. അള്ളാഹു നിനക്ക് ഓഹരി വെച്ച് തന്ന അള്ളാഹുവിന്റെ ഖളാഇനെ തൃപ്തിപ്പെടാത്ത അവസ്ഥ, ആ അവസ്ഥയുണ്ടാകും. ആഖിബത്തിനെ പറ്റിയുള്ള, ഖബറിനെ പറ്റിയുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ അടയാളം അത്തകാസുലു ഫിൽ ഇബാദത്തി, ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടാകും. എല്ലാത്തിനും മടി. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതി എത്ര ആളുകളുണ്ട്? നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്. ഖുർആൻ ഓതിയാലുള്ള പ്രതിഫലം നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഓരോ ആളുകളും ചിന്തിക്കൂ, ഇന്നൊരു ജുസ് ഖുർആൻ ഓതിയവർ എത്ര ആളുകളുണ്ടാകും? അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വശമാണ് അല്ലേ? അറിയാലോ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് അതിന്റെ മഹത്വം അറിയാം. ഒരു വിശ്വാസി നേരത്തെ തന്നെ എഴുന്നേറ്റ്, ഇപ്പൊ 5:30 മണി കഴിയണം സുബഹി വാങ്ക് കൊടുക്കണമെങ്കിൽ
ഉറങ്ങിയാട് മടുക്കും. അപ്പൊ ഒരു 4:30 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റാൽ തന്നെ ഖുർആൻ ഓതാൻ എത്രയാണ് സമയം? എത്ര ആളുകളുണ്ട് ഖുർആൻ ഓതിയവർ? എവിടെ ഇബാദത്ത് ചെയ്യാൻ താല്പര്യം? ഇപ്പൊ നല്ല സുവർണാവസരമാണ്. സുബഹിന്റെ മുമ്പ് ഒരുപാട് സമയമുണ്ട്. 5:30 മണി കഴിയണം സുബഹി ബാങ്ക് കൊടുക്കണമെങ്കിൽ. ഒരു 4:30 മണിക്ക് എഴുന്നേറ്റാൽ 1 മണിക്കൂർ ഇബാദത്ത് ചെയ്യാം. നേടിയെടുക്കാൻ പറ്റിയ സമയമാണ്. സഹോദര സഹോദരി, എത്ര ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നു? ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടോ? ഉള്ളിലേക്ക് പരലോക വിശ്വാസം വേണ്ട രൂപത്തിൽ കടന്നിട്ടില്ല. ആഖിബത്തിനെ പറ്റി നീ ഭയപ്പെടുന്നില്ല. നിന്റെ മരണത്തെപ്പറ്റി നീ ഗൗരവത്തിൽ ആലോചിച്ചിട്ടില്ല. അങ്ങനെ മൗത്തിനെ പറ്റി ആലോചിക്കാത്തവന്റെ അടയാളമാണ് ഈ 3 അടയാളങ്ങൾ. ഇബാദത്തിന് മടിയുണ്ടാവുക, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ തൗബയെ പിന്തിപ്പിക്കുക. ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ, റമളാൻ മാസം വരട്ടെ, നാളെയാവട്ടെ, വെള്ളിയാഴ്ച രാവാവട്ടെ എന്ന് കരുതി പിന്തിപ്പിക്കുന്ന 3 അടയാളവും പിഴച്ചടയാളമാണ്. ഉള്ളിലേക്ക് വിശ്വാസം പ്രവേശിക്കാത്ത ലക്ഷണമാണ്. മൗത്തിനെ പറ്റിയുള്ള ചിന്തയില്ലാത്ത ലക്ഷണമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികൾ ആരാണ്? ശക്തനായ വിശ്വാസിയാരാണ്? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇലാ ശഫീഉനാ റസൂലുള്ളാഹി. കഫാ ബിൽ മൗതി വാഇലാ, നിങ്ങൾക്ക് നല്ല ഒരു ഉപദേശകനായിട്ട് മരണം തന്നെ മതി. നല്ല ഒരു ഉപദേശകൻ, നിങ്ങളോട് എപ്പോഴും വയലു പറയുന്ന ഒരു ഉപദേശകൻ, എപ്പോഴും പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഉപദേശകൻ, പരലോകത്തെ ആദ്യത്തെ ഭവനത്തെ ഓർമ്മിപ്പിക്കുന്ന ഉപദേശകൻ. അതിനായിട്ട് നിങ്ങൾക്ക് ആര് മതി? മരണം തന്നെ മതി. ശഫീഉനാ റസൂലുള്ളാഹി. മൗത്ത് എന്ന ഒരു ചിന്ത, മരണത്തെ പറ്റിയുള്ള ഒരു ചിന്ത, ആദ്യത്തെ വീട്ടിലേക്ക് പോവാനുള്ള ചിന്ത നമ്മിൽ ശക്തമായാൽ വേറൊരു ഉപദേഷ്ടാവ് നിങ്ങൾക്ക് വേണ്ട. കഫാ ബിൽ മൗതി വാഇല, ഉപദേശകനായി മരണം മാത്രം മതി നിങ്ങൾക്ക്. അതിനെപ്പറ്റി ഒന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആ മൗത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചാൽ അതാണ് വലിയ ഉപദേശകൻ. ആരോടെങ്കിലും പിണങ്ങുമ്പോൾ നിന്റെ മനസ്സാക്ഷി നിന്നോട് വിളിച്ചു പറയും, നീ പിണങ്ങല്ല കേട്ടോ, മൗത്ത് നിന്റെ തൊട്ടടുത്തുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പാടിയ പോലെ, അദ്ദേഹത്തിന് മദീനത്ത് വന്നപ്പോ പനി പിടിച്ച് ശക്തമായ പനി വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ പാടിയിട്ടുണ്ട്, വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി കുല്ലും ദിഇമ്മു സബ്ബഹും ഫീ അഹ്ലിഹി. എല്ലാ മനുഷ്യനും അവന്റെ കുടുംബത്തിൽ കഴിച്ചുകൂട്ടുന്നത് ഏത് രൂപത്തിലാണെന്നറിയാമോ? വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി. മരണം എന്ന് പറയുന്നത് അവന്റെ ചെരുപ്പിന്റെ വാറ് അവന്റെ കാലിനോടടുത്തതിനേക്കാൾ, ചെരുപ്പിന്റെ വാറ് അവന്റെ കാലിനോട് അടുത്തതിനേക്കാൾ മരണം അവനോട് വളരെ തൊട്ടുരുമ്മി നിൽക്കുന്ന രൂപത്തിലാണ് ഓരോ മനുഷ്യനും നേരം വെളുക്കുന്നതും വൈകുന്നേരമാകുന്നതുമെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പിന്റെ വാറ് പോലെ നമ്മോട് കൂടെ നടക്കുന്ന ഒന്നാണ് മൗത്ത്, കൂടെ നടക്കുന്ന ഒന്നാണ് മരണം. ആ മരണചിന്ത ഉള്ളൊരു മനുഷ്യന് ഏത് സമയത്തും ഒരു തെറ്റിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ മരണം അവനെ വിളിച്ചു പറയുകയെ, മനുഷ്യ ആ തെറ്റിലേക്ക് മുതിരരുത്, ഒരു പക്ഷേ നിന്റെ മരണം ആ സമയത്താവാം. സിനിമ കാണുകയാണ്, സീരിയൽ ഓണാക്കുകയാണ്, അന്യ സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന TV ചാനലുകൾ, സിനിമകൾ ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ മൗത്ത് എന്ന് പറയുന്ന ചിന്ത ഉപദേശകൻ, ആ ഉപദേശകൻ വിളിച്ചു പറയും, സ്നേഹിത ഒന്ന് ആലോചിക്കൂ, ഈ സമയത്താണോ നിന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ മലക്കുകളെ കണ്ട് മരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇത് പിശാചിന്റെ കൂത്താട്ടമാണ്. നഗ്നത വെളിവാക്കുന്ന സ്ഥലത്ത് മലായിക്കത്തുണ്ടാവില്ല. നഗ്നത കണ്ട് ആസ്വദിക്കുന്നവന്റെ മനസ്സ് അതിനേക്കാൾ മോശമാണ്. നഗ്നത വെളിവാക്കി ടിവിയിൽ ചാടിക്കളിക്കുന്ന പെൺകുട്ടികൾ, അത് കാണുന്ന മനുഷ്യന്റെ മനസ്സ് അതിനേക്കാൾ മലിനമാണ്. മനസ്സും മലിനം, സെന്റർ ഹാള് മലിനം, TV മലിനം, ആ പരിസരം മലിനമാണ്. ആ സമയത്ത് അസറായിൽ വരുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മടങ്ങണം, നീ മടങ്ങണം. ഒരു പക്ഷേ ഇപ്പോൾ നിന്റെ മരണമാവാം.
എത്ര ആളുകൾ അങ്ങനെ മരിക്കാറുണ്ട്. സീരിയൽ കണ്ടുകൊണ്ടിരിക്കെ മറിഞ്ഞു വീണ് മരിച്ചു. കേൾക്കാറുണ്ട് നമ്മൾ. കള്ള് ഷാപ്പിൽ വെച്ച് മരണപ്പെട്ടു. കള്ളു കുടിച്ച് വാഹനം ഓടിക്കുമ്പോൾ വാഹനം കൂട്ടിയിടിച്ച് മരിച്ചു. മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം മട്ടിമറഞ്ഞു മരണപ്പെട്ടു. മദ്യത്തിലായി മരിക്കുന്നു. എന്താണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലെങ്കിൽ മാതാപിതാക്കളോട് പിണങ്ങിപ്പോയി അവിടെ വെച്ച് മരണം സംഭവിക്കുന്നു. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമോ ഫിത്നയോ ഉണ്ടാക്കുന്ന സമയത്ത് മരണം സംഭവിക്കുന്നു. എത്രയോ ദുർമരണങ്ങളുടെ കഥ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ മൗത്ത് എന്ന് പറയുന്നത് ഉപദേശകനാണ്. ഏത് വഴിയിലേക്ക് പോകുമ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കും. ലോട്ടറി എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ പലിശയാണ്, പലിശക്ക് ഏർപ്പാട്, പലിശന്റെ ഇടപാട് നടത്തുകയാണ്, ഉടനെ മൗത്ത് വിളിച്ചു പറയും. ഒരു പക്ഷേ ഈ പലിശയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നതിന്റെ മുമ്പ് നിനക്ക് മൗത്ത് വരാം. പേടിക്കണം കേട്ടോ, പേടിക്കണം. പലിശ സന്തോഷമാണ്, പലിശ മഹാപാപമാണ്. കാഫിറായി ചത്തുപോവാൻ കാരണമാകുന്ന പാപമാണ്. ആഖിബത്ത് മോശമായി ചത്തുപോവാൻ കാരണമാകുന്ന സന്തോഷത്തിൽപ്പെട്ടതാണ് പലിശ. ഭൂമി കച്ചവടം. ഇവിടെ ഭൂമി കിട്ടാനുണ്ട്. ഒരു 50 ലക്ഷം രൂപ കൊടുത്താൽ ഭൂമി കിട്ടും. അത് വാങ്ങാഞ്ഞിട്ടൊരു സമാധാനമില്ല. 50 ലക്ഷം എങ്ങനെ ഉണ്ടാകും? ലോടത്തോളം പൊന്നെടുത്ത് ബാങ്കിൽ വെച്ചു, പലിശക്ക് പണം വാങ്ങി, ചിട്ടി വിളിച്ചെടുത്തു, അതുപോലെ തന്നെ വട്ടിപ്പലിശ വാങ്ങി. ഇങ്ങനെ പലിശകളെല്ലാം ഒപ്പിച്ചുകൊണ്ട് ആ 50 ലക്ഷത്തിന്റെ ഭൂമി വാങ്ങാൻ പോകുമ്പോ മൗത്തെന്ന് പറയുന്ന ഉപദേശകൻ പറയും, വേണ്ട വേണ്ട, ഇത് മുഴുവനും ഹറാമാണ്, ഇതൊക്കെ വിറ്റ് ഒഴിവാക്കി തൗബ ചെയ്യുന്ന സമയം പിടിക്കും. അതിന്റെ മുമ്പ് നിന്റെ മരണം സംഭവിച്ചാൽ നീ വന്തോഷിയാണ്. വമൻ ആദ ഫൗലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഫമൻ ജാഅഹു മൗഇലത്തും മിർ റബ്ബിഹി. പലിശയെ പറ്റിയുള്ള അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞു, എന്നിട്ടും ഫമൻ ആദ, ആരെങ്കിലും പലിശയിലേക്ക് മടങ്ങിപ്പോയാൽ ഫൗലൈക അസ്ഹാബുന്നാർ, അവര് നരകക്കാരാണ്, അവര് നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലവും അവർ നരകത്തിലാണ്. കാലാകാലവും നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റി ചത്തുപോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഈമാൻ ഉള്ള ആൾ ഒരിക്കലും കാലാകാലവും നരകത്തിൽ കടക്കൂല. അതുകൊണ്ട് പലിശ എന്ന് പറയുന്നത് ശാശ്വതമായ നരകം വാങ്ങിത്തരുന്ന വന്തോഷമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വിഷയത്തിലേക്ക് നീ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഈ പലിശന്റെ ഏർപ്പാടെല്ലാം നിർത്തി അതിനെല്ലാം തൗബ ചെയ്ത് മടങ്ങാൻ സമയം പിടിക്കും കേട്ടോ. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ നിന്നെ അഭിമുഖീകരിച്ചേക്കാം എന്ന് ആര് നിന്നോട് വയലു പറയും? കഫാ ബിൽ മൗത്തി വാഇളാ. ഏറ്റവും വലിയ ഉപദേശകനാണ് മരണം. മരണം എന്ന് പറയുന്ന ഉപദേശകൻ നിന്നോട് പറഞ്ഞു തരുമത്. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ഉള്ളിൽ നിന്ന് വെളിയാളമുണ്ടാകും. മൗത്ത് അവനോട് പറയും, ഖബർ അവനോട് പറയും. ഇതാണ് അവസ്ഥ. ഓരോ ദിവസവും മനുഷ്യനോട് വിളിച്ചു പറയുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്, ഫമാ മിൻ യൗമിൻ തത്ലു അശംസു തത്ലു ഫീഹി അശംസു വലാ തഗ്റുബു ഇല്ലാ വമലകുൽ മൗത്ത് യുനാദി ഇല്ലാ വമലകുൽ മൗത്ത് യുനാദി. ഒരൊറ്റ രാവും പകലും സംഭവിക്കുന്നില്ല മലക്കുൽ മൗത്ത് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ. ഓരോ രാത്രിയും പകലും അതാ അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുമെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. എന്താ വിളിച്ചു പറയുന്നത്? യാ അബ്നാ അൽ അർബഈൻ, 40 വയസ്സുകാരെ, 40 വയസ്സുകാരെ എന്ന് വിളിച്ചിട്ട് അസ്റായീൽ പറയാണ്, ഹാദാ വഖ്തു അഖ്ദിസ്സാദ്, ഇത് ഭക്ഷണം ശേഖരിക്കേണ്ട സമയമാണ് കേട്ടോ. പരലോകത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെക്കേണ്ട ഘട്ടമാണ്. നീണ്ട യാത്ര പോവേണ്ടവരാണ് നിങ്ങൾ. അനന്തമായ പരലോക യാത്ര പോവേണ്ടവരാണ്. തിരുവനന്തപുരത്തേക്ക് പോവാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മക്കത്തേക്ക് പോവാനുണ്ടെങ്കിൽ, ഹജ്ജിന് പോവാനുണ്ടെങ്കിൽ, 1 മാസത്തെ യാത്രക്ക് വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പ് നടത്തുന്ന ആളുകളാണ് നമ്മൾ. അസ്റായീൽ അലൈഹിസ്സലാം എല്ലാ രാവും പകലും നമ്മളോട് പറയുകയാണ്, യാ അബ്നാ അൽ അർബഈൻ,
ഓ 40 വയസ്സുകാരെ, നല്ല ശക്തമായ സമയമാണ് 40 വയസ്സിന്റെ പ്രായം. തടിക്ക് നല്ല ആരോഗ്യമുണ്ട്, തടിക്ക് നല്ല ആഫിയത്തുണ്ട്, മനസ്സിന് നല്ല ശക്തിയുണ്ട്, ബുദ്ധി നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് 40 വയസ്സുകാരെ, ആദ്യത്തെ ഖബർ, ആദ്യത്തെ പരലോകത്തെ വീട്ടിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തണേ. അതിനുള്ള ഭക്ഷണങ്ങൾ ശേഖരിക്കണേ, അതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കണേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം രാവും പകലും 40 വയസ്സുകാരോട് പറയുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലേ? 40 വയസ്സിന് പറ്റിയ ടൈമാ, നല്ല സമയമാണ്. ബുദ്ധിക്ക് ഇരുത്തം വന്ന സമയമാണ്, പക്വതയുള്ള സമയമാണ്, നല്ലപോലെ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഒക്കെ പറ്റുന്ന ടൈമാണ്. പിന്നെ പറയും യാ അബ്നാ അൽ ഖംസീൻ, 50 വയസ്സുകാരെ. ആദ്യം 40 വയസ്സുകാരെ വിളിച്ചു, പിന്നെ വിളിക്കുന്നു 50 വയസ്സുകാരെ. ഖദ് തനാ വഖ്തുൽ അഖ്ദി വൽ അസാദ്, കൊയ്തെടുക്കേണ്ട സമയമായി കേട്ടോ. 50 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല പോലെ മൂത്ത് കൊയ്യേണ്ട സമയമാണ്. അല്ലേ? നെല്ലിന്റെ സമയപ്പഴാ നല്ല പോലെ മൂത്ത് അതിന്റെ മണികളൊക്കെ ഉറച്ച് അതാ ആ മൂത്ത നെല്ല് മഞ്ഞ കളർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കൊയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് 50 വയസ്സുകാരെ, അസ്റായീൽ കൊയ്തെടുക്കാൻ വരേണ്ട സമയമായി കഴിഞ്ഞു. മൂപ്പ് നല്ലോണം മൂത്ത്, 40-ൽ തന്നെ മൂത്തു. 50 ആകുമ്പോഴേക്ക് മൂപ്പ് കഠിനമായി. കൊയ്തെടുക്കേണ്ട കൊയ്തെടുക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് മറക്കരുത്. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ നോക്കൂ നിങ്ങൾ. പിന്നെ വിളിച്ചു പറയും യാ അബ്നാ സിത്തീൻ, ഓ 60 വയസ്സുകാരെ. 60 വയസ്സുകാരെ വിളിച്ചിട്ട് പറയുകയാണ് നസീതുൽ നിഖാബ്, 60 വയസ്സായിട്ടും മാറ്റങ്ങളില്ലല്ലോ. അള്ളാന്റെ ശിക്ഷകൾ നിങ്ങൾ മറന്നുപോയത് അത്ഭുതമാണ്. മൂപ്പെത്തി നല്ലോണം എത്തി, 50 ആകുമ്പോൾ തന്നെ കൊയ്തെടുക്കേണ്ട സമയമായി. 60 ആകുമ്പോഴേക്കും അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞിട്ടും നസീതുൽ നിഖാബ്, അള്ളാന്റെ ശിക്ഷ നിങ്ങൾ മറന്നുപോയല്ലോ. വഗഫൽതും അൻ റദ്ദിൽ ജവാബ്, മലായികത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആ മറുപടിയെ നിങ്ങൾ മറന്നുപോയല്ലോ. ഫമാലകും മിൻ നസീർ, നിങ്ങൾക്കാരും സഹായികൾ ഉണ്ടാവില്ല കേട്ടോ. നല്ലപോലെ ഇരുത്തം വന്ന പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി സംരക്ഷകരുണ്ടാവില്ല. നല്ല പോലെ നടന്നോ. 60 വയസ്സുകാരനോട് മലക്കുൽ മൗത്ത് അസ്റായീൽ ലാസ്റ്റ് പറഞ്ഞത് ഫമാലകും മിൻ നസീർ, 60 ഇനി സഹായികൾ ഉണ്ടാവില്ല, ഹെൽപ്പിന് ആളുണ്ടാവില്ല. നിന്റെ ഉപദേശകനായും നന്മ തിന്മകൾ വേർതിരിക്കാനും ഖബറിനെ പറ്റി ആലോചിക്കാനും ഭക്ഷണം തയ്യാറാക്കാനും എല്ലാമുള്ള ചുറ്റുപാട് നിന്നിൽ തന്നെയുണ്ട്. ഇനി വേറെ ആളെ ഹെൽപ്പൊന്നും നിനക്കുണ്ടാവില്ല. ഇതിന് ബലം കൂട്ടുന്ന രൂപത്തിൽ ഒരു ഹദീസ് കാണാം. അഅദറല്ലാഹു ലംരിൻ അഖറ അജലഹു ഹത്താ ബലഗ 60 സന ശഫീഉനാ റസൂലുള്ളാഹി. അഅദറല്ലാഹു, അല്ലാഹു പരമാവധി മാപ്പിന്റെ അവധി കൊടുത്തിരിക്കുന്നു. ആർക്ക്? ഇലംരിൻ അഖറ അജലഹു ഹത്താ ബലഗ 60 സന, 60 വയസ്സെത്തുന്നത് വരെ ഇനി അവന് മാപ്പിന് ചാൻസ് ഇല്ല. അതുവരെ അല്ലാഹു തആല വമ്പിച്ച ചാൻസ് കൊടുത്തിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞിട്ടും തോന്നിവാസം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തിന് നിനക്ക് മാപ്പ്? ഇനി എന്നാ നിനക്ക് ഇരുത്തം വരിക? ഇനി എന്നാ നിന്റെ ചിന്തയൊന്ന് ശരിയാവുക? അതുകൊണ്ട് 60 വരെ നിങ്ങൾക്ക് മാപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 60 പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ പേടിക്കണം കേട്ടോ. ഫമാലകും മിൻ നസീർ, നിങ്ങൾക്കിനി സഹായം ഉണ്ടാവില്ല. 40 വയസ്സായാൽ തന്നെ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങണം. ഹദീസിൽ കാണാൻ കഴിയും, ഒരാൾക്ക് 40 വയസ്സായി. ഇദാ ബലഗൽ അബ്ദു 40 സന, ഹദീസിൽ കാണാം ഒരു മനുഷ്യനിക്ക് 40 വയസ്സ് പൂർത്തിയായി. വലം യഗ്ലിബ് ഖൈറുഹു ശർറഹു, 40 വയസ്സ് പൂർത്തിയായിട്ട് തിന്മ കുറയുകയും നന്മ വർദ്ധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഖബ്ബല ശൈത്വാനു ബൈന ഇലൈഹി,
അവന്റെ 2 കണ്ണുകളുടെ മധ്യത്തിൽ ഇബ്ലീസ് ചുംബിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 40 വയസ്സ് ഒരു മനുഷ്യനായിട്ട് അവന്റെ നന്മ കൂടുകയും തിന്മ കുറയുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇബ്ലീസുല്ലാഹീൻ ഇടക്കിടക്ക് വന്നിട്ട് മോനെ നീ എൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് 2 കണ്ണിന്റെ ഇടക്ക് ചുംബിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇബ്ലീസിന് ഇഷ്ടാണ് 40 വയസ്സായ ആണാവട്ടെ പെണ്ണാവട്ടെ. നല്ലപോലെ ആലോചിച്ചോളൂ. 40 വയസ്സ് പൂർത്തിയായവർ നല്ലൊരു പ്രായമാണ്. ഹദീസിൽ വന്നിട്ടുണ്ട് 40 വയസ്സ് പൂർത്തിയായിട്ട് നന്മ കൂടുകയും തിന്മ കുറയുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ സീറ്റ് നരകത്തിൽ അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. മറ്റൊരു ഹദീസിലുള്ളത് എന്താണ്? ഖബ്ബല ശൈത്വാനു ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണിന്റെ ഇടക്ക് ശൈത്താൻ ചുംബനം നടത്തും. 2 കണ്ണിന്റെ ഇടക്ക് ശൈത്താൻ ചുംബനം നടത്തും. അപ്പൊ 40 വയസ്സായി കഴിഞ്ഞാൽ അവന്റെ നന്മ കൂടുകയും തിന്മ കുറയുകയും ചെയ്യുന്നില്ലെങ്കിൽ ഖബ്ബല ശൈത്വാനു ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണുകൾക്കിടയിലും പിശാച് ചുംബനം നടത്തുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൗത്തിനെ പറ്റി ഖബറിനെ പറ്റി സഗൗരവം ആലോചിച്ചുകൊണ്ടിരിക്കണം. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള ഒരേ ഒരു വഴിയാണ്. ജീവിതമൊന്ന് മാറണം, ജീവിതത്തിൽ മാറ്റമുണ്ടാവണം, ഒരു നല്ല മനുഷ്യനാവണം. ഒരിക്കലും നാളത്തേക്ക് വെച്ചുകൂടാ. അത് നല്ല ലക്ഷണമല്ല. ഒരു കാര്യവും നാളത്തേക്ക് പിന്തിപ്പിച്ചുകൂടാ. കാരണം നിങ്ങൾക്കറിയാമോ, ഒരു മഹാനായ കവി പാടിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. മഹാനായ കവി പാടിയത് യാതൊരു രോഗവുമില്ലാതെ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചുപോയത്. കണ്ടോ, പറയത്തക്ക രോഗങ്ങളൊന്നുമില്ലാതെ എത്രയെത്ര യുവാക്കൾ മരിച്ചു. ഒരാളുടെ മരണം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഇന്ന് രാവിലെ അവനെ കണ്ടതാണ്, ഇന്ന് ഉച്ചക്ക് അവനുമായി സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം ഞാൻ അവനുമായി ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സ്മരിക്കാറില്ലേ? എത്രയെത്ര അനുഭവങ്ങളല്ല നമുക്ക് തന്നില്ലേ? എത്രയെത്ര അനുഭവങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തന്നു. എത്രയെത്ര ആരോഗ്യവാന്മാർ. ഒരു രോഗവുമില്ലാതെ മരിച്ചുപോയ എത്രയെത്ര ചെറുപ്പക്കാരാണ്. ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് നമ്മൾ കരുതുന്ന രോഗികൾ, മാറാ രോഗം പിടിപെട്ട ആളുകൾ, അല്ലെങ്കിൽ കിടന്ന കിടപ്പിൽ കാഷ്ടിച്ചും മൂത്രിച്ചും കിടക്കുന്ന ആളുകൾ, ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് മക്കൾ പോലും ആഗ്രഹിച്ചു പോകുന്ന ആളുകൾ, കൊല്ലത്തോട് കൊല്ലം അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചു പോകുന്നു. നമുക്കല്ല കാണിച്ചു തരിക. രോഗിയായി കിടക്കുന്ന മനുഷ്യൻ, മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ അങ്ങനെ കിടക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈമാൻ സലാമത്തായി നല്ല നിലക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്നവൻ മരിക്കാതെ എത്രയോ കൊല്ലങ്ങൾ കിടക്കുന്നത് നമുക്ക് കാണാം. ഒരു പ്രശ്നവുമില്ലാതെ തുള്ളിച്ചാടി നടന്ന ചെറുപ്പക്കാരി പെട്ടെന്ന് മരിച്ചു പോകുന്നതും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. എത്രയെത്ര യുവാക്കളാണ് നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു വളരെ നിർഭയനായിക്കൊണ്ട്, ഒരു രോഗവുമില്ല, ഒരു പ്രശ്നവുമില്ല, ടെസ്റ്റ് ചെയ്തു നോക്കി അവന് ഷുഗറില്ല, അവന് കൊളസ്ട്രോൾ ഇല്ല, അവന് പ്രഷറില്ല, ഒരു തകരാറുമില്ലാത്ത ചെറുപ്പക്കാരനാണ്. നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു, അവൻ പുഞ്ചിരിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു.
വഖദ് നുസിജത് അക്ഫാനുഹു, അവന്റെ കഫംപുട നെയ്ത് തയ്യാറായി അവന്റെ നാട്ടിലെ തുണിശാപ്പിലെത്തിയിരിക്കുന്നു. അവൻ അറിയുന്നില്ല, അവൻ ക്രിക്കറ്റിന്റെ കോലുമായി കളിക്കാൻ പോവുകയാണ്, അവൻ ഫുട്ബോളുമായി കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ അവന്റെ മോട്ടോർ സൈക്കിളിൽ വളരെ സ്പീഡിൽ കുതിച്ചു പായുകയാണ്. അവന്റെ കഫൻ തുണി അവന്റെ നാട്ടിലെ തുണിശാപ്പിലെത്തിയ വിവരം അവൻ അറിയുന്നില്ല. ആ തുണിശാപ്പിന്റെ മുമ്പിലൂടെ എത്ര പ്രാവശ്യം അവൻ ഓടി, എത്ര പ്രാവശ്യം അവന്റെ വാഹനം പോയി. ആ തുണിശാപ്പിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് കഥ പറയുമ്പോൾ തുണിശാപ്പിലെ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്റെ കഫംപുട എത്തിയ വിവരമറിയാത്ത എത്രയെത്ര മനുഷ്യര് നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു. എന്തൊരു നല്ല കവിതയാണ്, എത്ര വലിയ സത്യമാണ് ആ 2 വരി കവിതയിലൂടെ ആ മഹാൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ സൂഫി വര്യനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞിരുന്നു, എനിക്കൊരു മധുരപലഹാരം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. നല്ലൊരു മധുരപലഹാരം അവരെ നാട്ടിലുണ്ടാക്കുന്ന, നമ്മളൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ, അതിനോടൊക്കെ സ്ത്രീകൾക്കൊരു മോഹമാണ്. ഒരു മധുരപലഹാരത്തിന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, അത് വാങ്ങിത്തരാൻ, അതുണ്ടാക്കാനുള്ള സമ്പാദ്യം എന്റെ കയ്യിലില്ല. ഭാര്യ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ആഗ്രഹം, അതിന് കാശെന്റെ കയ്യിലില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, അടുത്ത മാസത്തെ ശമ്പളം നേരത്തെ വാങ്ങിയാ പോരെ. അടുത്ത മാസത്തെ ശമ്പളം നേരത്തെ തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പലഹാരമുണ്ടാക്കി, എൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹമാണ്, ആ ഒരു പലഹാരമുണ്ടാക്കണം. ഭക്തന്മാരായ ഭരണാധികാരികളെ ഭാര്യമാരാകുമ്പോൾ വലിയ സമ്പന്നരായ പെൺകുട്ടികളും അവരുടെ ഭക്തിയോടനുസരിച്ച് ജീവിക്കുമ്പോൾ പല സുഖജീവിതങ്ങളും അവരെ തൊട്ട് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് മധുരപലഹാരത്തിന് കൊതിയുള്ള ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഭരണാധികാരിയുടെ ഭാര്യ പറയുന്നു, എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആ പലഹാരം കിട്ടണം, അതിന് അടുത്ത മാസത്തെ ശമ്പളം നിങ്ങൾക്ക് നേരത്തെ വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് കൊള്ളാം, പക്ഷേ അടുത്ത മാസം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ വാങ്ങിക്കൊള്ളാം. അടുത്ത മാസത്തെ ശമ്പളം നേരത്തെ വാങ്ങണമെങ്കിൽ, അടുത്ത മാസം ശമ്പളം കിട്ടണമെങ്കിൽ നമ്മൾ ജീവിക്കണ്ടേ, ജോലി ചെയ്യണ്ടേ. അതുകൊണ്ട് അടുത്ത മാസം ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് നീ തന്നാൽ ആ ശമ്പളം വാങ്ങി പലഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോ ഭാര്യ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ആർക്കാ ഉറപ്പ് കൊടുക്കാൻ പറ്റുക? ആഗ്രഹം ഉപേക്ഷിച്ചു, അത് വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഓരോ രാത്രിയും ഖബറിനെ പറ്റി പറയാൻ ഒരു സദസ്സ് സംഘടിപ്പിക്കുമായിരുന്നു. ഖബറിനെ പറ്റി പറയാൻ യജ്മഉ കുല്ല ലൈലത്തിൻ അൽ ഫുഖഹാ ഫയതദാക്കറൂനൽ മൗത വൽ ഖിയാമത വൽ ആഖിറ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ഫയതദാക്കറൂനൽ മൗത, അവർ മൗത്തിനെ പറ്റി പറയും, വൽ ഖിയാമത, ഖിയാമത്ത് നാളിനെ പറ്റി പറയും, വൽ ആഖിറ, പരലോകത്തെ പറ്റി പറയും, സുമ്മ യബ്കൂൻ, പിന്നെ അവരെല്ലാവരും കരയും. ആരാണ് ഈ കരയുന്നത്? ഇത്ര സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മന്ത്രിമാരും സാധാരണക്കാരും മൗത്തിനെ പറ്റി പറയുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ക്ലാസ് നടത്തി. അവര് മൗത്തിനെ പറ്റി, പരലോകത്തെ പറ്റി, ഖബറിനെ പറ്റി പറയുമ്പോൾ അവർ ശക്തിയായി കരഞ്ഞ് 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 ഹത്താ കാന ബൈന ഐദീഹിം ജനാസ, അവരെ മുമ്പിൽ ഒരു ജനാസ ഉള്ളതുപോലെ കരയും. ഒരു പരിചയമില്ലാത്ത ആള് കയറി വന്നാൽ ഇങ്ങനെ തെരയും, എവിടെ മയ്യത്ത്, എവിടെ മയ്യത്ത്, മയ്യത്ത് അവരെ മുമ്പിലുണ്ട് എന്ന നിലക്ക് അവര് കൂട്ടമായി കരയാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതിന് സമയമുണ്ടോ? നമുക്ക് എവിടെയൊക്കെ സമയം? മൗത്തിനെ പറ്റി ആലോചിച്ച് കരയാൻ എവിടെ സമയം? ദുനിയാവിന്റെ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടായാൽ കരയും. നമ്മൾ ആണുങ്ങളും കരയും, പെണ്ണുങ്ങളും കരയും. പെണ്ണുങ്ങൾക്ക് അനങ്ങിയാ കരച്ചില്ല, ഖബറിനെ ഓർത്തുകൊണ്ട് കരയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പുതിയാപ്പൾ എന്തെങ്കിലും പറഞ്ഞു,
അല്ലെങ്കിൽ വിചാരിച്ച സാധനം കിട്ടിയില്ല, ആഗ്രഹിച്ചത് നടന്നില്ല, എന്നാ പെട്ടെന്ന് കണ്ണീര് കുടുകുടാന്ന് പറഞ്ഞിട്ട് വരും. ഈ കണ്ണീര് എപ്പോഴെങ്കിലും ഖബറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? അവനവന്റെ മൗത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? ആഖിബത്തിനെ പറ്റി ചിന്തിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ഈമാൻ എവിടെ? നമ്മുടെ പരലോക വിശ്വാസം എവിടെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങള് അബ്ദുല്ലാഹിബ്നു ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പൊന്നോമന പുത്രന്റെ 2 ചുമലിലും കൈവച്ചുകൊണ്ടൊരിക്കൽ പറയുകയാണ്, യബ്ന ഉമർ കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. മോനെ ഇബ്നു ഉമറേ, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കണം കേട്ടോ. ഖബർക്ക് പോണ്ട ആളാണ്. ഏത് സമയത്തും ഖബറിനെ പറ്റി ഓർമ്മ വേണം. ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോ വിദേശിയെ പോലെ, വിദേശത്ത് പോയ ആള്, മക്കത്ത് പോയ ആള്, ദുബായിൽ പോയ ആള്, ഷാർജയിൽ പോയവൻ എപ്പോഴും അവന്റെ നാടിനെ പറ്റി ആലോചിക്കും, അവന്റെ വീടിനെ പറ്റി ആലോചിക്കും. അതുപോലെ വിദേശത്ത് കഴിയുന്നവനെ പോലെയാണ് ദുനിയാവിൽ കഴിയേണ്ടത്. എപ്പോഴും നിനക്ക് കിടക്കാനുള്ള ഖബറിനെ പറ്റി, പരലോകത്തെ പറ്റി ആലോചിക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഔ ആദിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴി മുറിച്ച് കിടക്കുന്നവനെ പോലെ വളരെ പരിമിതമായ സമയമാണ് നിന്റെ ദുനിയാവ്. ആഖിറം കൊള്ള തട്ടിച്ചു നോക്കുമ്പോൾ, കാലാകാലവും കിടക്കേണ്ട ലോകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദുനിയാവിലുള്ള കുറഞ്ഞ സമയം റോഡൊന്ന് ക്രോസ് ചെയ്യുന്ന അത്രയും പരിമിതമായ സമയമാണ്. അതുപോലെ നീ ജീവിക്കണം. എന്നിട്ട് പറയുകയാണ്, വഉദ്ദ നഫ്സക ഫീ അസ്ഹാബിൽ ഖുബൂർ. നിന്റെ ശരീരം എപ്പോഴും കബറാളികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ സങ്കല്പിച്ചോ. മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നെ ഇങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. നീ അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടോ? നമ്മൾ സങ്കല്പിക്കൽ എങ്ങനെയാ നിങ്ങള്? സാധാരണ ഒരാൾ മൗത്തിനെ പറ്റി ചിന്തിക്കൽ എങ്ങനെയാണ്? ആത്മഹത്യ ചെയ്യുന്നവർ ചിന്തിക്കുന്നത് പോലെ. എന്താ ആത്മഹത്യ ചെയ്യുന്ന ആളുടെ ചിന്ത? ആത്മഹത്യ ചെയ്യാറില്ലേ? പ്രേമ നൈരാശ്യം. ഒരു പെൺകുട്ടിനെ പ്രേമിച്ചു, ഉമ്മയും ബാപ്പയും പറഞ്ഞു ഞാൻ എൻ്റെ ബാപ്പയാണോ, ആ കുട്ടിനെ അങ്ങോട്ട് കയറ്റൂല. ഉമ്മ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയാണോ, ഞാൻ അനക്കാനും സംഭവിക്കൂല. അവസാനം ഗത്യന്തരമില്ലാതെ മനം തകർന്ന് കയറ് കൊണ്ടുവന്ന് മരക്കൊമ്പത്ത് കെട്ടി ഓങ്ങനെ ചാടാൻ നോക്കുമ്പോൾ അങ്ങനെ ആലോചിക്കെന്താ? കാണിച്ചു കൊടുക്കണം ബാപ്പാക്ക്. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ എന്നെ അനുവദിക്കാതെ ഞാനിങ്ങനെ നാക്ക് പുറത്ത് ചാടി കണ്ണു തുറിച്ച് മരിച്ചു കിടക്കുന്ന രംഗം കാണുമ്പോൾ ഒന്ന് കരയട്ടെ. ഉമ്മ നല്ലോണം കരയട്ടെ, പെങ്ങന്മാർ കരയട്ടെ. എന്താ അവർക്ക് പറഞ്ഞുകൂടായിരുന്നു? അവരൊക്കെ ഒന്ന് കരയട്ടെ. എൻ്റെ മയ്യത്ത് ഇങ്ങനെ കാണുമ്പോൾ, എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചേരുന്നേനെ എന്ന് പറയുന്ന ആ ഒരു സങ്കടം അവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിങ്ങനെ സങ്കല്പിച്ച് ഉമ്മ കരയണം, പെങ്ങന്മാർ കരയണം, വാപ്പ കരയണം, നാട്ടുകാർ എല്ലാവരെയും ഞാൻ കരയിപ്പിക്കും. ചാട്ടം അതുകൊണ്ടെന്താ കാര്യം? അങ്ങനെ ബാക്കിയുള്ളവർ കരയുന്നതിനെ പറ്റി സ്വപ്നം കണ്ടിട്ട് കാര്യമല്ല. ഇപ്പൊ നമ്മളൊക്കെ മൗത്തിനെ പറ്റി ആലോചിക്കണേ അറിയുമ്പോൾ നമ്മളിങ്ങനെ മൂക്കിൽ പഞ്ഞച്ച് ഇങ്ങനെ കിടക്കുക. നമ്മളെ പെണ്ണുങ്ങൾ പഠിച്ചോനെ എനിക്കാരാള് റബ്ബേ പോയല്ലോ, മക്കള് കരയ ഉപ്പാന്ന് വിളിക്കുന്നു, മറുപടി ഇല്ല. അതല്ല സങ്കല്പിക്കേണ്ടത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് 3-ന്റെ അന്ന് നെയ്ച്ചോറ് അയച്ച് പിരിഞ്ഞാ തീർന്ന്. പിന്നെ ആരാ കരയിടും? ബാപ്പ പോയി. പിന്നെ ആദ്യത്തെ ആണ്ടു. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെ ആഖിബത്തിനെ പറ്റിയാണ്. ഖബർക്കാണ് പോകുമ്പോ എങ്ങനെ പോകും? മുൻകർ നക്കീർ അലൈഹിസ്സലാം വരുമ്പോ എങ്ങനെയാവും? ഒരു മഹാൻ മനോഹരമായ കവിതയിലൂടെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ചിന്തകൾ, മരിച്ചു കിടക്കുന്ന ചിന്തകൾ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, കബറാളികളുടെ കൂട്ടത്തിൽ നീ നിന്നെ എണ്ണിക്കോ. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ നിന്റെ അന്ത്യഘട്ടങ്ങൾ. കബറാളികളുടെ കൂട്ടത്തിൽ നീ നിന്നെ ഇങ്ങനെ എണ്ണി സങ്കല്പിച്ചു നോക്കൂ. ഒരു മഹാനായ കവി സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പാടിയ കവിത കാണാം. നിങ്ങളെ മൗലൂദിന്റെ കിതാബിലുണ്ട്, മറ്റ് കിതാബിൽ കാണാം. തഫക്കർതു ഫീ ദംബി വഅസ്ഹർതു മുഖലതി വഹയ്യജ്തു അഹ്സാനി വഅസ്ബൽതു ദമ്മതി. അദ്ദേഹം ഓർത്തുകൊണ്ട് പാടുകയാണ്, തഫക്കർതു ഫീ ദംബി, എന്റെ ദോഷത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പടച്ചവനെ, എത്രയെത്ര ദോഷങ്ങളാണ് റബ്ബേ ഞാൻ ചെയ്തു കൂട്ടിയത്. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ എനിക്കിങ്ങനെ വാരിക്കോരി തരുമ്പോൾ അതിനൊക്കെ ശുക്ർ ചെയ്യേണ്ടതിന് പകരം ഒരുപാട് തിന്മകൾ ഞാൻ വാരിക്കൂട്ടി.
വഅസ്ഹറതു മുഖലതി എന്ന് നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ഒരു ഘട്ടം, എനിക്കും നിങ്ങൾക്കും ചൊല്ലിത്തരുന്ന സമയം. അതങ്ങോട്ട് ചൊല്ലിത്തന്ന് നമ്മളതാ മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഒരാള്, അപ്പൊ നമ്മുടെ മയ്യത്തിന്റെ അടുത്തുള്ള ആള് നമ്മുടെ കണ്ണിങ്ങനെ പൂട്ടിത്തരുന്ന രംഗം. ആരുണ്ട് എനിക്ക് ആ സമയത്ത്? എന്റെ കണ്ണ് പൂട്ടപ്പെടുമ്പോൾ എനിക്കാരുണ്ട്? അവന്റെ കഥ കഴിഞ്ഞു, അയാള് പോയി എന്ന് പറയുന്ന സമയത്ത് കതുമല പോയി, ആചാര് പോയി, ഇന്നാള് പോയി, പണ്ഡിതൻ പോയി, കാക്ക പോയി, ഉമ്മ പോയി, അവൻ പോയി എന്ന് പറയുന്ന സമയത്ത് എനിക്കാരുണ്ട്? എന്റെ വിളക്കിനെ അവർ കെടുത്തുമ്പോൾ, എന്നെ അവര് നിസാരപ്പെടുത്തുമ്പോൾ എനിക്കാരുണ്ട് റബ്ബേ? എന്റെ വിളക്കിനെ കെടുത്തുക എന്ന് പറഞ്ഞാൽ നീ മണിയറയിലാകുമ്പോൾ നിനക്കൊരുപാട് സാമഗ്രികളുണ്ട്. അവിടെ വിളക്കുണ്ട്, ലൈറ്റുണ്ട്, ഫാനുണ്ട്, സർവ്വ സംവിധാനങ്ങളുണ്ട്, AC ഉണ്ട്. അതൊക്കെ അതാ ഓഫാക്കി കഴിഞ്ഞു. ഇനി അതിനൊന്നും പണം ചെലവാക്കാനും നിന്നെ ബഹുമാനിക്കാനും ആളുകളില്ല. നിന്റെ വിളക്ക് കെടുത്തി എന്റെ മഹത്വത്തെ അവർ ചെറുതാക്കി. എന്താ മഹത്വത്തെ ചെറുതാക്കിയത്? മണിയറയിൽ കിടന്നിരുന്ന മനുഷ്യനെ എടുത്തിട്ട് സെന്റർ ഹാളിലെ സാധാരണ കട്ടുമ്മല് സാധാരണ പായി വിരിച്ച് വെറും കിടത്തം. അപ്പൊ തന്നെ കഴിഞ്ഞു. ബഹുമാനം എവിടെ? എന്തൊരു ബഹുമാനമായിരുന്നു! നീ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നല്ല ബെഡ്ഷീറ്റ് വിരിച്ച്, സ്പ്രേ അടിച്ച്, സുഗന്ധങ്ങൾ ഉണ്ടാക്കി, ഫാനിട്ട്, AC ഓൺ ചെയ്ത് എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്ന മനുഷ്യനതാ കണ്ണടച്ചപ്പോൾ എന്നെ പൊക്കിയെടുത്ത് വിലയില്ലാത്തൊരു കട്ടിൽ കിടത്തി വെറും പായൽ കിടത്തുമ്പോൾ എനിക്കാരുണ്ട് എന്ന ചിന്തയാണ്. എന്തൊരു മഹത്വം, എന്തൊരു മനോഹരമായ കവിത! എന്റെ താടി കെട്ടുന്ന ജോലിയിലാണവർ. തുറന്നുപോയ വായ ശീല കൊണ്ടിങ്ങനെ താടി പിടിച്ച് എന്റെ മൂർധാവിലേക്ക് എന്റെ താടി കെട്ടുമ്പോൾ എനിക്കാരുണ്ട്? ഒരു താഴ്ന്ന വസ്ത്രം കൊണ്ട് എന്നെ മൂടപ്പെടുമ്പോൾ കൂടിയ ആളുകളെല്ലാം എന്റെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തലോടിയിട്ട് പറയും, കരയണ്ട മോളെ, എല്ലാവർക്കും വിധിക്കപ്പെട്ടതാണ്, നിനക്ക് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നിന്റെ ജീവന്റെ എല്ലാമായിരുന്നു, നിന്റെ ജീവനായിരുന്നു, നിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ നമുക്കാർക്കും പോകുന്ന റൂഹിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. സബൂർ ചെയ്യൂ എന്ന് പറഞ്ഞ് എന്റെ ഭാര്യയെ സമാശ്വസിപ്പിക്കുന്ന സമയം എന്റെ പിഞ്ചുമക്കൾ, ആ പിഞ്ചുമക്കൾ ഉപ്പാനെ നോക്കിക്കരയുമ്പോൾ എന്റെ മക്കളെ സമാധാനിപ്പിക്കുന്ന സമയം, പടച്ചവനെ എനിക്കാരാണുള്ളത് റബ്ബേ? നോക്കൂ നിങ്ങൾ ആ കവിതയിൽ കൊണ്ടുവരുന്നത്. ഞാൻ കിടക്കുന്ന കട്ടിൽ മണിയറയിൽ നിന്ന് കടത്തി കട്ടിലിലേക്ക് കടത്തി. കട്ടിലിൽ നിന്ന് പിന്നെ കൊണ്ടുപോയി കിടത്തുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലിൽ. അതിനേക്കാൾ നിസാരപ്പെടുത്തി. ആ കട്ടിൽ നമ്മൾ കണ്ടാ തിരിഞ്ഞു നോക്കൂല. നമ്മൾക്ക് കിടക്കേണ്ട കട്ടിലാണെന്നുള്ള ഓർമ്മ പോലും നമുക്കില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലിലേക്ക് രണ്ടാമതെന്നെ മാറ്റപ്പെടുമ്പോൾ എന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി എന്നെ കുളിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകൾ തയ്യാറാകുന്ന സമയത്ത് എനിക്കാരുണ്ട് റബ്ബേ? ആ രംഗം ആലോചിച്ച് നോക്കും. മയ്യത്തും കട്ടിൽ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്ന രംഗം, മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന രംഗം. നിങ്ങൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം അയച്ചു മാറ്റി ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും പറ്റാത്തവനായി, വളരെ നിസ്സാരനായി കിടക്കുന്നു. ദുനിയാവിലെ ഏത് വമ്പനാണെങ്കിലും ആ കിടക്കുന്ന രംഗമൊന്ന് ആലോചിച്ചു നോക്കിയാൽ ദുനിയാവിനോട് ആ മനുഷ്യന് മഹബ്ബത്തുണ്ടാവില്ല, വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവില്ല. നമുക്കൊക്കെ വരാൻ പോകുന്ന രംഗമാണത്.
എന്നെ കഫംപുടയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ധരിച്ചിട്ടില്ലാത്ത വസ്ത്രം, തുണിശാപ്പിൽ നിന്ന് വാങ്ങുന്ന മയ്യത്തും തുണി എന്ന് പറയുന്ന വാങ്ങുന്ന തുണി, ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അങ്ങനത്തെ തുണി ഉടുത്തിട്ടില്ല, അങ്ങനത്തെ കുപ്പായി നമ്മൾ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തുണിശാപ്പിൽ നിന്ന് കിട്ടുന്ന പഴയ തുണിയിലേക്ക്, വില കുറഞ്ഞ തുണിയിലേക്ക് എന്നെ മാറ്റപ്പെടുമ്പോൾ ആരുണ്ട് എനിക്ക് പടച്ചവനെ? وخلفي كريمات علي بواكيا وفيهن أمي أو شقيقي وعترتي. പിന്നെ നടക്കുന്ന രംഗമാണ് വഖൽഫി കരീമാതുൻ, എന്റെ ബാക്കിൽ ഒരുപാട് ബഹുമാനികളായ സ്ത്രീകൾ നിൽക്കുന്നു. അലയ്യാ ബവാകിയാ, എന്നെ ഓർത്തുകൊണ്ട് കരയുന്ന, എന്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ എന്റെ ബാക്കിൽ നിന്ന് കണ്ണീരൊലിപ്പിക്കുന്നു. വഫീഹിന്ന ഉമ്മീ, ആ കൂട്ടത്തിൽ എന്റെ ഉമ്മയുണ്ട്. ഔ ശഖീഖി, എന്റെ പെങ്ങളുണ്ട്. വൈത്രതീ, എന്റെ മറ്റു കുടുംബത്തിലെ പെണ്ണുങ്ങളും കണ്ണ് നനക്കുമ്പോൾ, കണ്ണീരൊഴുക്കുമ്പോൾ, പടച്ച റബ്ബേ എനിക്ക് നിന്റെ അടുക്കൽ ആരുണ്ട്? وينادون خلف النعيش من لا يجيبهم وقد كنت في الدنيا سريعا إجابتي. ينادون خلف النعيش, എന്റെ മയ്യത്തിന്റെ ബേക്കിൽ നിന്ന് മെല്ലെ വിളിച്ചു നോക്കും. മകൻ വിളിക്കും, ഉപ്പ ഒന്ന് വിളി കേട്ടെങ്കിലോ എന്ന് മകൻ ആഗ്രഹിച്ചു പോകും. ഭാര്യ വിളിക്കും, എന്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് വിളി കേട്ടിരുന്നെങ്കിൽ, ഇത് മരിച്ചിട്ടില്ല എന്നൊരു സൂചന കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് വിളിച്ചു നോക്കുമെന്നാണ്. ഒരിക്കലും മറുപടി പറയാത്ത ഉപ്പാനെ മകൻ വിളിച്ചു നോക്കുന്നു. മയ്യത്ത് തൊട്ടുകൊണ്ട് മകൻ വിളിക്കും, ഉപ്പാ എന്ന് വിളിക്കും. മകള് വിളിക്കും, ഉപ്പ. അവരാഗ്രഹിക്കുന്നത് ഒന്നും കൂടെ ഉപ്പ വിളി കേട്ടിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ഭാര്യനെ ഭർത്താവ് വിളിക്കും, ഒന്നും കൂടി അവൾ എന്റെ വിളി കേട്ടിരുന്നെങ്കിൽ. ഭർത്താവിനെ ഭാര്യ വിളിക്കും, ഒന്നും കൂടി അയാൾ വിളി കേട്ടിരുന്നെങ്കിൽ. യുനാദൂന, അവർ വിളിക്കും, മിൻ ഖൽഫി, ഖൽഫന്നാശി, മയ്യത്തിന്റെ പിറകിൽ വെച്ച്, മല്ലാ യുജീബുഹും, അവരോട് ഉത്തരം ചെയ്യാത്ത ആളെ എന്ന് വിളിച്ചു നോക്കും. എന്തായിരുന്നു ദുനിയാവിൽ എന്റെ അവസ്ഥ? വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഅൻ ഇജാബതി, ദുനിയാവിൽ ഉപ്പ എന്ന് വിളിക്കുമ്പോൾ വേഗം ഉത്തരം ചെയ്തിരുന്നു. മകള് വിളിക്കുമ്പോൾ, മകൻ വിളിക്കുമ്പോൾ എവിടെയാണെങ്കിലും ഉത്തരം ചെയ്ത ഉപ്പ. ഭാര്യ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ചെയ്ത ഭർത്താവ്. ഭർത്താവ് വിളിക്കുമ്പോഴേക്കും ഓടിയെത്തുന്ന ഭാര്യ. പക്ഷേ ഇപ്പൊ വിളി കേൾക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ആ അവസ്ഥയിലാണ് വസല്ലാ അലയ്യൽ ഖൗമു സഫൻ ഫാസ്റഉ ബിസൈരി ഇലാ ലഹദി യുവാറൂന സവതി. ഇനി എന്റെ ഉറ്റവർക്കും ഉടയവർക്കുമെല്ലാം ഒരേ ചിന്തയാണ്, എപ്പോഴാണ് മയ്യത്തെടുക്കുക? എത്രയും പെട്ടെന്നാവണം, എത്രയും പെട്ടെന്നാവണം. ഇതുവരെ എന്നെ കാണാൻ കൊതിച്ച ആളുകൾ പോലും പെട്ടെന്നെടുക്കണം. എന്നെ കണ്ടിട്ട് മതിവരാത്ത ഭാര്യയുടെ ആഗ്രഹവും അത് തന്നെയാണ്. എന്നെ കണ്ടിട്ട് കൊതി വരാത്ത മക്കളുടെ ആഗ്രഹവും അത് തന്നെയാണ്. എന്നെ കണ്ടിട്ട് കൊതി തീരാത്ത സ്നേഹിതന്മാരുടെ ആഗ്രഹവും അത് തന്നെയാണ്. വേഗമാവണം, വേഗമാവണമെന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങൾ മുഴുവനും സഫ് സഫായി എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നു. വേഗം അവരെന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ മയ്യത്തിനെ മറക്കാൻ, 6 അടി മണ്ണിൽ വെക്കാൻ ധൃതി കൂട്ടുന്നവരാണവർ. എന്റെ മയ്യത്ത് കട്ടിലിൽ നിന്ന് പൊക്കിയെടുത്തു. വളരെ നിന്ദ്യനായ രൂപത്തിൽ എന്നെ മണ്ണിലേക്ക് വെക്കുകയാണ്. എത്ര പ്രൗഢിയുള്ളവനാണെങ്കിലും, എത്ര പോരിശയുള്ളവനാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും, പണക്കാരനാണെങ്കിലും വെറും പച്ച മണ്ണിലേക്ക് എന്നെ താത്തി വെക്കുന്നു. തലഭാഗത്തുള്ള കെട്ടഴിച്ച് കഫംപുട നീക്കി നഗ്നമായ കവിള് മണ്ണിലേക്ക് ചേർത്തിക്കൊണ്ട് വലതുഭാഗത്തിന്റെ മേൽ ചരിച്ചുകൊണ്ട് എന്നെ ഖബറിലേക്ക് കടത്തുമ്പോൾ പടച്ച റബ്ബേ എനിക്കാരുണ്ട്?
വഅദാ ഹവാനിഹി മിൻ അളീമി കറാമതി. എന്നെ ഖബറിലേക്ക് വെച്ച് പലക വെച്ച് മൂടിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മക്കളും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും മണ്ണുവാരി എന്റെ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ ചെറുതാക്കുകയാണ്. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെയാണ് പിന്നെയും നിങ്ങളെ ഞാൻ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഈ മണ്ണിൽ നിന്ന് തന്നെ മറ്റൊരു ദിവസം വീണ്ടും നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുമെന്നുള്ള വിശുദ്ധ വചനങ്ങൾ ഓതിക്കൊണ്ട് എന്റെ നെഞ്ചിലേക്ക് മണ്ണ് വാരിയിടുന്നു എന്റെ പ്രിയപ്പെട്ട മകൻ. എന്റെ ഇഷ്ടജനങ്ങൾ മണ്ണ് വാരിയിടുകയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ വസാലത്ത് മിനൽ അജ്ഫാനി ഐനി അലസ്സറാ വമസ്സക കഫുൽ മൗതി ജിസ്മി വജസ്സതി. ഖബറടക്കപ്പെട്ടാൽ പിന്നെ വലിയ പോരിശയുണ്ടായിരുന്ന എന്റെ അവസ്ഥ എന്താണ്? എന്റെ ചുറ്റിപ്പൊതിഞ്ഞ കഫൻ തുണിയിൽ വെച്ച് ഞാൻ ചീർത്തു വീർത്തുപോയി. ഞാൻ ചീഞ്ഞു വീർത്തുകൊണ്ട് എന്റെ കണ്ണുകളെല്ലാം കഫംപുടയിൽ നിന്ന് വീണുപോയി. എന്റെ ശരീരവും എന്റെ മാംസവുമെല്ലാം വികൃതമായി. കഫംപുട വീർത്തു. കഫംപുടയിൽ നിന്ന് പുറത്തേക്ക് എന്റെ മാംസങ്ങൾ ഒഴുകി. എല്ലാ നിലക്കും ഞാൻ വികൃതമായി ഖബറിൽ കിടക്കുമ്പോൾ പടച്ചവനെ എനിക്കാരുണ്ട് റബ്ബേ. വസാറൂ ഇലാ ദാരി യുരീദൂന യർഫഹും വനൂദീതു ബിസ്മി വസ്തഖഫൂ ബികുന്യതി. എന്റെ ഓമന പേര് വിളിച്ചിരുന്ന ആളുകളാരും ഇനി ഓമന പേര് വിളിക്കുന്നില്ല, സ്ഥാനപ്പേര് വിളിക്കുന്നില്ല. നിസാരപ്പെടുത്തിയുള്ള മയ്യത്തെന്നുള്ള വിളിയാണ് വിളിക്കുക. മാത്രമല്ല, മറവ് ചെയ്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്റെ ബന്ധുക്കളുടെ ചിന്ത എന്താണ്? ഈ സ്വത്തിൽ എന്റെ അവകാശം എത്രയാണ്? മറ്റവൻ എത്ര അവകാശമുണ്ടാകും? എത്ര കിട്ടും? എന്റെ സ്വത്തിനെ പറ്റിയുള്ള ചിന്ത ക്രമേണ എന്റെ കുടുംബത്തിന്റെ തലയിലേക്ക് കയറുന്നു. മയ്യത്ത് മറവ് ചെയ്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളുടെ തലയിലേക്ക് വരുന്നത് എന്റെ ഓഹരി എത്രയായിരിക്കും? അതിന് ഇന്നത്തെ റേറ്റ് വെച്ച് കൂട്ടിയാൽ എത്ര സംഖ്യയുടെ ഉടമസ്ഥനാണ് ഞാൻ, എത്ര ലക്ഷത്തിന്റെ ഉടമസ്ഥനാണ് ഞാൻ എന്ന് എന്റെ മക്കളും എന്റെ ബന്ധുക്കളും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പടച്ചവനെ എനിക്കാരുണ്ട് റബ്ബേ. എന്തൊരു നല്ല ചിന്തയാണത്. وقد هاجروا قبري فما يعرفونه وقد كنت في الدنيا كثيرا زيارتي وقد هاجروا قبري. കുറച്ചു കാലം കഴിയുമ്പോൾ എന്റെ ഖബറിനെ പോലും ഈ കുട്ടികൾ മറന്നു പോകുന്നു. എന്റെ സ്വത്ത് ഓഹരി വെച്ചെടുത്ത് സുഖസുന്ദരമായി ജീവിക്കുന്ന മക്കൾ, സുഖസുന്ദരമായി വീട് വെച്ച് താമസിക്കുന്ന മക്കൾ, ഉപ്പ എന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തിയ ഉപ്പയാണ്. പക്ഷേ ഇപ്പോൾ ഉപ്പ കിടക്കുന്ന ഖബറിനെ അവർ മറന്നു കളഞ്ഞു. ഉമ്മ കിടക്കുന്ന ഖബറിനെ മറന്നു കളഞ്ഞു. എല്ലാറ്റിനും ഉമ്മ വേണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഉമ്മ വേണം, വസ്ത്രം അലക്കി കൊടുക്കാൻ ഉമ്മ വേണം, രോഗം വന്നാൽ തലോടാൻ ഉമ്മ വേണം, എല്ലാറ്റിനും ഉമ്മ വേണം. അങ്ങനത്തെ ഉമ്മാന്റെ ഖബർ മക്കൾ മറന്നു കഴിഞ്ഞു. വഖദ് ഹാജറു ഖബരി ഫമാ യഅരിഫൂനഹു. കുറച്ച് കഴിയുമ്പോ ഉമ്മാന്റെ ഖബറെവിടെ, ഉപ്പാന്റെ ഖബറെവിടെ എന്ന് ചോദിച്ചാൽ പറയാൻ പോലും കിട്ടാത്ത വിധം എന്റെ മക്കളാകുമ്പോൾ പടച്ചവനെ എനിക്കാരുണ്ട്. വഖദ് കുന്തു ഫിദ്ദുനിയാ കസീറൻ സിയാറത്തി. ദുനിയാവിൽ ഉപ്പ അങ്ങനെയായിരുന്നില്ല. എത്ര ദൂരെ പോയാലും എന്റെ മക്കളെന്ന് പറഞ്ഞു ഓടി വരുന്നവനായിരുന്നു. പെട്ടെന്ന് കുടുംബത്തിലെത്തുന്ന ആളായിരുന്നു. പക്ഷേ ആ മക്കളെന്നെ മറന്നു കളഞ്ഞു. എനിക്കാരുണ്ട് റബ്ബേ? അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം സംജാതമാകുമ്പോൾ ആരുണ്ട് റബ്ബേ? ഇങ്ങനെ ചിന്തിക്കേണ്ടത്. ആരുണ്ട്? എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്റെ ആക്കിബത്ത് എന്താകും? അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. ആക്കിബത്ത് എന്താകും? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാനത്തെ നിമിഷം നന്നാവണം. ഖബർ എന്ന് പറയുന്നത് തമാശക്കളിയല്ല. ഞാൻ ഓതി വെച്ച ആയത്തൊന്ന് കേൾപ്പിക്കാം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
നല്ലപോലെ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ. നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണത്. അൽഹാക്കും, നിങ്ങളെ ജോലി തിരക്കാക്കിയിട്ടുണ്ട്. എപ്പോഴും തിരക്കാണ്, ബിസിയാണ്, നിൽക്കാൻ ഒഴിവില്ല, ഇരിക്കാൻ ഒഴിവില്ല, എന്നാ ഒരു പണിയറ്റല്ല. ആർക്കും ഒഴിവില്ല, ഒരു പണിയില്ല. അൽഹാക്കും, നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു, ജോലി തിരക്കാണ്. അത്തകാസുർ, നിങ്ങളെ പെരുപ്പിച്ച് കാണിക്കൽ നിങ്ങളെ ജോലിയാക്കിയിരിക്കുകയാണ്. എപ്പോഴും ബടായി പറയൽ, പെരുപ്പിച്ച് കാണിക്കൽ. അല്ലാഹ് പറയാണ്, ദുനിയാവിൽ ഇതിനെ നിങ്ങൾക്ക് സമയമുള്ളൂ. പെരുപ്പിച്ച് കാണിക്കൽ ഓരോ കാലത്തും മനുഷ്യനിക്ക് ഓരോ സ്വഭാവമാണ്. കുറച്ച് പ്രായം ഇങ്ങോട്ടായാൽ പിന്നെ ഒരു കാലത്ത് ദുനിയാവ് ഉണ്ടാക്കണം എന്ന ചിന്തയാണ്. ദുനിയാവിന്റെ ബേക്കിൽ ഓടി തളർന്ന് അവശനായി, വയസ്സായി. ഇനി ദുനിയാവിന്റെ പിറകെ ഓടാനുള്ള ആരോഗ്യമില്ല. പിന്നെന്താ പണി? പിന്നെ പഴയ പോരിശ് എങ്ങനെ പറയാം, ഞാൻ അന്ന് എന്താക്കിയെന്നറിയോ, ഞാനെങ്ങാനും അന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ പഴയ പോരിശകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, എൻ്റെ മകൻ അവിടെ എഞ്ചിനീയറാണ്, മറ്റോൾ ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, മറ്റോൻ അബുദാബിയിലാണ്, ഓനത്തുറുപ്പ്യൻ്റെ ഭൂമിയാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച മകള് പോയി, അതിന് മുമ്പത്തെ ആഴ്ച ഭർത്താവ് പോയി, അവനവിടെ ഇവനിവിടെ, പെരുപ്പിച്ച് കാണിക്കും. അൽഹാക്കും, നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു. തകാസുർ, പെരുപ്പിച്ച് കാണിക്കൽ, പെരുമ നടിക്കൽ. ആരോഗ്യമുള്ള സമയത്ത് ദുനിയാവിന്റെ ബേക്കിലോട്ടം, ആരോഗ്യമൊക്കെ തളർന്നിങ്ങനെ മൂലൊക്കെ കുത്തുന്ന വമ്പ് പറച്ചിൽ, പോരിശ പറച്ചിൽ, അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, ഓനോടെ മറ്റോൻ ഇവിടെ, മറ്റോൻ ഇന്നത്, മറിച്ചോൻ അങ്ങനെ, ഇങ്ങനെ പെരുമ കാണിച്ചിരിക്കുമ്പോൾ അത് നിങ്ങളെ ജോലി തിരക്കാക്കിയിരിക്കുകയാണ്. ആഖിറത്തിനെ പറ്റി ചിന്തിക്കാൻ, ഖബറിനെ പറ്റി ചിന്തിക്കാൻ, 3 കഷ്ണം തുണിയുമായി അവസാനത്തെ യാത്ര പോകുന്ന പരലോകത്തെ ആദ്യത്തെ വീട്ടിലേക്കുള്ള യാത്രയെ പറ്റി ആലോചിക്കാൻ അവന് സമയമില്ല. അത്തകാസുർ, അൽഹാകുമുത്തകാസുർ, പെരുപ്പിച്ച് കാണിക്കൽ, ബമ്പ് പറയൽ, അതുപോലെ തന്നെ പൊങ്ങച്ചം നടിക്കൽ, ദുനിയാവിനെ പെരുപ്പിച്ച് കാണിക്കൽ അവനെ തിരക്കാക്കിയിരിക്കുന്നു. ഏതുവരെ ഉണ്ടാകും തിരക്ക്? നിങ്ങൾ മക്ബറ സന്ദർശിക്കുന്നത് വരെ 3 കെട്ടും കെട്ടി ഖബറിന്റെ കാൽഭാഗത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇനി തിരക്കില്ല, പെരുമ പറയാനില്ല, പോരിശ പറയാനില്ല. അതുവരെ നിങ്ങളെ തിരക്ക് തീരുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. തിരക്കോട് തിരക്കാണ്, ബിസിയോട് ബിസിയാണ്. നിങ്ങൾ മൈതാനിയിലെത്തുന്നത് വരെ, മക്ബറകളിലെത്തുന്നത് വരെ നിങ്ങൾക്ക് തിരക്കാണ്. 3 കെട്ടുകെട്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരക്കൊക്കെ തീർന്നു. ഈ ഖബറിൽ കിടക്കുന്ന ആളുകളൊക്കെ നമ്മളെക്കാൾ തിരക്കുള്ളവരായിരുന്നു. നമ്മളെക്കാൾ വരുമാനമുള്ള ആളുകളുണ്ട്, നമ്മളെക്കാൾ ആഗ്രഹാഭിലാഷങ്ങളുള്ള ആളുകളുണ്ട്. അതാ ഒരു തിരക്കുമില്ലാതെ അവിടെ കിടക്കുകയാണ്. വൈകാതെ അങ്ങോട്ട് പോവേണ്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കും. അല്ലാഹ് പറയാണ്, കല്ലാ സൗഫ തഅലമൂൻ, സമ്മ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾക്ക് തിരക്കോട് തിരക്കാണ്, ഖബറിലെത്തുന്നത് വരെ തിരക്കാണ്. എല്ലാ കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കള്ളി തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഗൗരവം മനസ്സിലായിട്ടില്ല, പരലോകത്തെ പറ്റി വേണ്ട രൂപത്തിൽ നിങ്ങളെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ആ ശൈലി? അറിയങ്ങള് നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. പിന്നല്ല പറയാ, സുമ്മക്കല്ല, പിന്നെയും കാര്യം അങ്ങനെയല്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞ അറിയാൻ പോകുന്നേ ഉള്ളൂ ഖബറാണ്. സുമ്മക്കല്ല സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ, അത് പരലോകാണ്. മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞ കല്ലാ സൗഫ തഅലമൂൻ, ഖബർ ഇങ്ങോട്ട് വരി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഗൗരവമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാണാൻ ആരുണ്ടാവില്ല, കേൾക്കാൻ ആരും ഉണ്ടാവില്ല, ആരാരുമില്ല. താറടി മണ്ണിന്റെ അടിയിൽ വെച്ച് നടക്കുന്ന അദാബ് കാണാനും കേൾക്കാനും ആരുമില്ല. അതുകൊണ്ട് സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. സുമ്മക്കല്ല സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലളിതമല്ല കേട്ടോ, നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് വളരെ ശക്തമായ ഭാഷയിൽ വിശ്വാസികളെ, പരലോക വിശ്വാസികളെ തട്ടി ഉണർത്തിക്കൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല
അവന്റെ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ശരിക്ക് ശ്രദ്ധിച്ചോ. ആഖിബത്ത് നന്നാവണം. സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ട് മരിക്കണം. അതിനെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അല്ല വേണം. അള്ളാഹ്ക്ക് ഒന്നാം സ്ഥാനം വേണം. അള്ളാന്റെ ദീനിന് ഒന്നാം സ്ഥാനം വേണം. ആ സമയത്ത് മാത്രമേ സ്വർഗം കണ്ടുകൊണ്ട് ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്രായീൽ വന്ന് റൂഹിനെ പിടിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുനിന്നും റൂഹ് ഇങ്ങനെ പിരിഞ്ഞ് ഊരിപ്പോകുന്ന അതിദുർഘടം പിടിച്ച വേദന അനുഭവിക്കുന്ന സമയത്ത് പതറാതെ അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഒരുവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയണം. സ്ഫുടമായി ചെല്ലണം. അതിന് അല്ലാഹു നല്ല പോലെ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ മാത്രമേ ചെല്ലാൻ പറ്റൂ. എന്താണോ നമ്മുടെ കൽബിലുള്ളത് അതേ പറയൂ. എന്താണോ കൽബിലുള്ളത് അതേ പറയൂ. പ്രേമിച്ച് പ്രേമിച്ച് നടന്ന ഒരുത്തൻ, തന്റെ പ്രേമഭാജനത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തൻ, എല്ലാറ്റിലും വലുത് അവളാണ്, അല്ലെങ്കിൽ എല്ലാറ്റിലും വലുത് അവനാണ്. മതം പോലും പ്രശ്നമല്ല. തന്റെ കാമുകന് വേണ്ടി എല്ലാം വലിച്ചെറിയുന്നവൾ, തന്റെ കാമുകന് വേണ്ടി എല്ലാം സഹിക്കുന്നവൾ. അങ്ങനെ ഒരു പ്രേമചിന്തയാണ് കൽബിലുള്ളതെങ്കിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരില്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ സൂഫിവര്യനായ മഹാപണ്ഡിതനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ഒരു പെൺകുട്ടി കുളിമുറി അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അവർക്ക് കുളിക്കണം. ആ പെൺകുട്ടിക്കൊന്ന് ശുദ്ധി വരുത്തണം, കുളിക്കണം. അന്നൊക്കെ വിശാലമായ കുളിമുറികൾ, നല്ല ചോലയുടെ പരിസരത്ത് കുളിമുറികൾ ഉണ്ടാകും. ആ കുളിമുറികളിൽ പോയി സുന്ദരമായി, ആരും കാണാതെ സുഖസുന്ദരമായി കുളിച്ച് റാഹത്തായി മുങ്ങിക്കുളിച്ച് തിരിച്ചു പോകുന്ന സഹോദരിമാർ. ഒരു പെൺകുട്ടി ഒരു ദിവസം കുളിക്കടവിലേക്ക് വരുമ്പോൾ ഒരു വലിയ മതിലും ഒരു ഗേറ്റും കണ്ടപ്പോ അവൾ വിചാരിച്ചു അതൊരു കുളിപ്പരയാണ്. ആ ഗേറ്റിങ്കൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, മഞ്ചാബിയുടെ കുളിപ്പര എവിടെയാണ്? അയാൾ പറഞ്ഞു, ഇതന്നെ, നേരെ അങ്ങ് പോയാൽ ആ കുളിപ്പര. സത്യത്തിൽ അത് മഞ്ചാബിയുടെ കുളിപ്പരയായിരുന്നില്ല, അയാളുടെ വീടായിരുന്നു. തെറ്റിദ്ധരിപ്പിച്ചു ആ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ആ പെൺകുട്ടി അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ വാതിൽ കടന്ന് അകത്ത് കടന്നപ്പോൾ തൊട്ട് പിറകെ വന്ന ചെറുപ്പക്കാരൻ ഉള്ളിൽ കടന്നു വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ പിറകെ നടന്നു. അവൾക്ക് കുറച്ചങ്ങെത്തിയപ്പോ മനസ്സിലായി ഇത് കുളിമുറിയല്ല, ഇത് കുളിപ്പരയല്ല, ഇവിടെ ചോല കാണുന്നില്ല, റൂമിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ചതിക്കപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ പിറകിൽ നിന്ന് പുഞ്ചിരിക്കുന്നു. ഒരു നല്ല പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തിയ സന്തോഷം. ആരും കാണാനില്ലാത്ത വിജനമായ സ്ഥലം, ഒച്ചപ്പാടുകളും ബഹളമുണ്ടാക്കിയാൽ പോലും പുറം ലോകം അറിയാത്ത സ്ഥലം. അതുകൊണ്ട് ആ പെൺകുട്ടി പേടിച്ചു വിറച്ചെങ്കിലും അള്ളാഹുനെ മറന്നുകൊണ്ടൊരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടി ധീരമായി ആ ചെറുപ്പക്കാരനെ കയ്യിലെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ പെൺകുട്ടി ചോദിച്ചു, ഇതല്ലേ മഞ്ചാബിയുടെ കുളിപ്പര? അതെ, ഇത് മഞ്ചാബിയുടെ കുളിപ്പരയാണ്. നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ? ഇതെല്ലാം നല്ല ബെഡ്റൂമുകളാണല്ലോ. അദ്ദേഹം മനോഹരമായി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിനോട് കായിക ബലം കൊണ്ട് രക്ഷപ്പെടാനാവില്ല, മറ്റു നിലക്ക് കീഴ്പ്പെടുത്താനാവില്ല, ബുദ്ധി കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. ഉടനെ ആ പെണ്ണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്പം അത്തറ് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ, അല്പം അത്ര കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. നോക്കണം, നിങ്ങളൊരു പെണ്ണിന്റെ ബുദ്ധിയാണത്. സത്യത്തിൽ ആ പെൺകുട്ടി അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെങ്കിലും അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണം. അവൻ വാതിലടച്ച് സുഭദ്രമായ അറയിലേക്ക് തന്നെ നയിക്കുകയാണ്. ആ സമയത്ത് അവന്റെ മുഖത്ത് സന്തോഷം പ്രകടിപ്പിച്ചു, അതിയായ സന്തോഷം കാണിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു,
നമ്മുടെ കണ്ണിന് കുളിർമയുണ്ടാവാൻ, നമ്മുടെ നിമിഷങ്ങൾ സുന്ദരമാവാൻ, നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാവാൻ അല്പം സുഗന്ധം കിട്ടിയിരുന്നെങ്കിൽ, ശരീരത്തിലൊക്കെ അത്തറ് തേച്ച് സുഗന്ധദ്രവ്യത്തോടുകൂടി സുന്ദരമായ സൗരഭ്യത്തോടുകൂടി നമുക്ക് ഒന്നാവാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ മറ്റവന്റെ ഹാല് മാറി. കാരണം എന്നെ പോലെ തന്നെ ഒരു ബന്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവളാണിവൾ. സുഗന്ധം വേണം, സുന്ദരമായ നിമിഷങ്ങളാവണം, കണ്ണിന് കുളിർമയേകണം. അത് പറഞ്ഞപ്പോ എല്ലാം മറന്നുകൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽ ആന ആതീകി ബികുല്ലി മാ തുരീദീൻ വകുല്ലി വബികുല്ലി മാ തഷ്തഹീൻ. വിഷമിക്കണ്ട, നീ ആശിക്കുന്നത് മുഴുവനും, നീ ഇപ്പോൾ പറഞ്ഞതും പറയാതെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചതും എല്ലാം കൊണ്ട് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞൊരൊറ്റ ഓട്ടം പറഞ്ഞു. നിനക്ക് അത്തറ് വേണം, സോപ്പ് വേണം, നല്ല ഡ്രസ്സ് വേണം, എല്ലാം വേണം, അതൊക്കെയായി ഞാൻ ഉടനെ വരാം. സന്തോഷത്തോടു കൂടെ പുറത്തിറങ്ങി. കാരണം ഒരു സുന്ദരിയായ പെൺകുട്ടി തന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ബന്ധങ്ങൾക്ക് ശക്തി കിട്ടാൻ, കണ്ണിന് കുളിർമ വരാൻ, സുദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് അല്പം അത്തറുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എല്ലാം ഞാൻ ഉടനെ എത്തിക്കാമെന്ന് പറഞ്ഞ് പുറത്തുപോയി അത്തർ വാങ്ങി, വസ്ത്രം വാങ്ങി, വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുത്ത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഒറ്റക്ക് കിട്ടിയ സന്തോഷം അത് പങ്കുവെക്കാൻ വേണ്ടി ഓടി വന്ന് തൻ്റെ ഈ അറയിലേക്ക് കയറി വരുമ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ല. അവന്റെ മനസ്സ് നിറയെ ആ പെൺകുട്ടിയാണ്. അവളോടുള്ള മഹബത്ത് നിറക്കപ്പെട്ടിരിക്കുകയാണ്. അവളെ കാണാതെ വപ്രാളപ്പെട്ടു. അവളെ പേര് ചോദിക്കാൻ പോലും മറന്നുപോയി. ആ വീടിന്റെ ഉള്ളിൽ പരിശോധിച്ചു, പുറം പരിശോധിച്ചു, കുറ്റിക്കാടുകൾ പരിശോധിച്ചു, കുട്ടിയെ കാണുന്നില്ല. മാനസികമായ നിലതെറ്റി. ഉച്ചത്തിൽ അയാൾ പാടി ചോദിക്കാൻ തുടങ്ങി. പാടി നടന്നു. എവിടെയാണ്? മഞ്ചാബിയുടെ കുളിപ്പര ചോദിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന പെണ്ണേ, നീ എവിടെയാണ്? യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വകസാലത് അയ്ന തരീഖു ഇലാ ഹമ്മാമി മഞ്ചാബി യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് ലഗബത് അയ്ന തരീഖു ഇലാ ഹമ്മാമി മഞ്ചാബി. ഒരു സുപ്രഭാതത്തിൽ മഞ്ചാബിയുടെ കുളിപ്പര തേടി വന്ന പെണ്ണേ, എന്റെ പ്രേമഭാജനമേ, നീ എവിടെയാണ്? ഈ പാട്ടുപാടി കാടായ കാട് മുഴുവൻ, നാടായ നാട് മുഴുവൻ, വീടായ വീട് മുഴുവൻ അവൾ അന്വേഷിച്ചു നടന്നു. അവന്റെ മനസ്സ് നിറയെ ആ പെൺകുട്ടിയാണ്. അങ്ങനെ നടന്ന് മാസങ്ങൾ ഏറെ കഴിഞ്ഞു. ഇവന്റെ ലൈനൊക്കെ തെറ്റി, ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു. ഒരു മുഴുഭ്രാന്തനെ പോലെ നടക്കാൻ തുടങ്ങി എന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു. അവൻ അത്തറ് വാങ്ങാൻ വേണ്ടി, ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തു പോയപ്പോൾ പെട്ടെന്ന് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. തന്റെ വീട്ടിലെത്തി. അല്ലാഹ്ക്ക് ശുക്ർ പറഞ്ഞു, പടച്ചവനെ, ഒരു കാമവെറി എന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. നിന്റെ സംരക്ഷണം വലുതാണ് റബ്ബേ, നിന്റെ ഹിഫ്ള് വലുതാണ് റബ്ബേ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ആ പെൺകുട്ടി തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ തന്റെ വീട്ടിന്റെ മുമ്പിലൂടെ പാട്ടുപാടി ഒരു ഭ്രാന്തന്റെ കോലത്തിൽ ഒരാൾ പാട്ടുപാടി പോകുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ ഏതാ പാട്ട്? നേരത്തെ പറഞ്ഞ കവിതയാണ്. യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖദ് ലഗബത് അയ്ന തരീഖു ഇലാ ഹമ്മാമി മഞ്ചാബി. മഞ്ചാബിയുടെ കുളിപ്പര ചോദിച്ചു വന്നവളെ, നീ എവിടെയാണ് എന്നർത്ഥമുള്ള കവിതയാണ് ആ പാടുന്നത്. അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി, ആ പാട്ട് പാടിയത് ഞാൻ തന്നെയാണ്. എന്നെ അന്വേഷിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ നടക്കുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. അന്ന് ആ പുഞ്ചിരിയോടുകൂടെ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഗുരുത്തം കെട്ടവനാണ്. അയാൾക്കൊരു നല്ല ശിക്ഷ കൊടുക്കണം. എന്താ വഴി? വീട്ടിൽ ഭർത്താവില്ലാത്ത സമയമാണ്. അതുകൊണ്ട് ശാരീരികമായി ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റില്ലെങ്കിലും മാനസികമായ ഒരു ടെൻഷൻ, മാനസികമായ ഒരു ഷോക്ക് കൊടുക്കണം. അതിനാ പെൺകുട്ടി എന്ത് ചെയ്തു? അയാളുടെ കവിത ശരിക്കും ശ്രദ്ധിച്ചു. എന്നിട്ട് അയാൾക്ക് പറ്റിയ പൊട്ട പോയത്വം പാടിക്കൊടുത്തു. هلا جعلت لها لما خلوت بها حرزا للدار نو قفلا للباب
لا جعلت لها لما خلوت بها حرزا على الدار أو قفلا على الباب قفلا على الباب. ചെറുപ്പക്കാര, ഒരു പെൺകുട്ടിയെ സ്വന്തമായി ഒരു വീട്ടിലാക്കി പോകുമ്പോൾ നീ മറന്നുപോയോ? ഹിർസന്നലദ്ദാരി, വീടിനിക്കൊരു കാവൽക്കാരനെ നിർത്താൻ നീ മറന്നുപോയോ? തൽക്കാലം കാവൽക്കാരനെ കിട്ടിയില്ലെങ്കിൽ ഖുഫുലന്നലൽ ബാബി, വീടൊന്ന് പുറത്തേക്ക് പൂട്ടാൻ, വീടൊന്ന് പുറത്തേക്ക് ലോക്ക് ചെയ്യാൻ മറന്നുപോയോ? ഇതങ്ങോട്ട് കേട്ടപ്പോ അയാൾക്ക് മനസ്സിലായി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ സുന്ദരി ഇവൾ തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ കവിത താങ്ങാനുള്ള കരുത്ത് അയാളെ ദുർബലമായ ഹാർട്ടിന് ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഹാർട്ട് പൊട്ടി തകർന്നു, അവിടെ വീണു. അയാൾ വീണ സമയത്ത് അയൽവാസികൾ ഓടി വന്നു. പാട്ടുപാടി വന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് നിലംപതിച്ചു. ഓടി വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന് തോന്നി. അദ്ദേഹത്തെ കിബില കൊള്ള ചെരിച്ചു കിടത്തി. സക്കറാത്തുൽ മൗത്തിന്റെ ഹാല് കാണുന്നു. ഹാർട്ട് തകർന്ന് സക്കറാത്തുൽ മൗത്തിൽ പടയുന്നു. ശ്വാസം കിട്ടാൻ വേണ്ടി തണ്ടങ്കാലും തണ്ടങ്കാലിട്ടടിക്കുന്നു. തണ്ടങ്കാലിൽ വരെ റൂഹ് പിരിയുന്ന ഘട്ടത്തിലുള്ള വെപ്രാളത്തിൽ അദ്ദേഹത്തിന്റെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനത്തെ വാചകം അതാണെങ്കിൽ സ്വർഗത്തിൽ കടക്കുമെന്നുറപ്പാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെവിയിൽ ചെല്ലുമ്പോൾ അയാൾ പതുക്കെ കണ്ണു തുറന്നിട്ട്, യാ റബ്ബ ഖൈലത്തിൻ യൗമൻ വകസാലത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി. يا رب قائلة يوما وقد لغبت أين الطريق إلى حمام منجابي حمام منجابي حمام منجابي. റൂഹ് പോയി. അവസാനത്തെ വാക്കും മഞ്ചാബിയുടെ കുളിപ്പര തേടി വന്നവളെ പോയി. കാരണം മനസ്സ് നിറയെ അവളാണ്. മരിക്കുമ്പം അത് തന്നെ. മനസ്സ് നിറയെ അല്ലാഹ് ഉണ്ടെങ്കിൽ, എല്ലാറ്റിലും വലുതായി അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചോനേക്കാൾ വലുത് പണമാണെങ്കിൽ, പടച്ചവനേക്കാൾ വലുത് കുടുംബമാണെങ്കിൽ, പടച്ചവനേക്കാൾ വലുത് പ്രശസ്തിയാണെങ്കിൽ, പടച്ചവനേക്കാൾ വലുത് അധികാരമാണെങ്കിൽ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാറ്റിനേക്കാളും അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റെല്ലാറ്റിനേക്കാളും അല്ലാഹും റസൂലുമാണോ നിനക്ക് പ്രിയപ്പെട്ടത്, ആ മനുഷ്യന് മാത്രമേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സ് നിറയെ അല്ലാഹ് ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. ദുനിയാവാണെങ്കിൽ പറയാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ പരിശുദ്ധമായ വാക്യത്തിൽ അവസാനമായി ശ്വാസം പിരിയുന്ന സമയത്ത് ആ സുന്ദര കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കും.